സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈവായനോ വിരഹകാതരയാ ജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുസ്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. ആദരണീയരായ എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ പ്രണാമം. ഈ തപോവനത്തിലേക്ക് വീണ്ടും വീണ്ടും കടന്നു വരുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു അനുഭവം എൻ്റെ മനസ്സിനും എൻ്റെ ബുദ്ധിക്കും ശരീരത്തിനും ഉണ്ടാക്കുന്നുണ്ട്. സാറ് പറഞ്ഞ ക്ലേശങ്ങളൊന്നും ഉണ്ടായില്ല. അത് ഒരു പക്ഷെങ്കിൽ ഋഷീശ്വരന്മാരുടെ തപസ്സിൻ്റെ വൈഭവം കൊണ്ട് കിട്ടിയ ഒരു വലിയ അനുഭവമായിരിക്കും നമ്മളിലേക്കും വരിക. ഇവിടെ വരുമ്പോൾ ക്ഷീണമില്ല, മന്ദതയില്ല, ഒന്നുമില്ല, ഒരു പ്രസാദം മാത്രമാണ്. അതാണ് വാസ്തവത്തിൽ ഇങ്ങനെയുള്ള തപോവനങ്ങളുടെ ഏറ്റവും വലിയ വൈശിഷ്ട്യം. അതാണ് നമ്മുടെ ഋഷിമാർ ഇങ്ങനെയുള്ള സംവാദങ്ങൾക്ക് തിരഞ്ഞെടുത്തതും ഈ തപോവനങ്ങളായിരുന്നു. അതിൻ്റെയൊക്കെ ലക്ഷ്യം ഇതുതന്നെ ആയിരിക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും അങ്ങനെയുള്ള ഈ തപോവനത്തിലേക്ക് വീണ്ടും വീണ്ടും കടന്നു വരുമ്പോൾ ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, പല പ്രാവശ്യം വന്നു. ഒരു പ്രാവശ്യം വന്നു പോകാം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നുള്ളൂ. പക്ഷേ അത് ഈ നൈരന്തര്യമായി തുടർന്ന് വരികയാണ്. നമുക്കത് ഇന്നുകൊണ്ടത് പൂർണ്ണമാക്കാമെന്ന് നമുക്ക് ശ്രമിച്ച് നോക്കാം. ഞാൻ അധികം കൂടുതൽ പറയുന്നതെന്ന് എനിക്ക് തന്നെ തോന്നലുണ്ട്. ഞാൻ കുറച്ചും കൂടി ഒന്ന് ചുരുക്കിയിട്ട് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ മനസ്സിലാക്കാൻ പാകത്തിന് പറഞ്ഞ് നമുക്കിന്ന് ആ വിഷയം ഉപസംഹരിക്കാമോ നോക്കാം. ഇല്ലെങ്കിൽ ഒരു ദിവസം വരാം. എന്തായാലും അത് പൂർത്തിയാക്കിയിട്ട് ഞാൻ പോവുള്ളൂ, അത് ഉറപ്പാണ്. അതെന്നെ മേനോൻ സാറ് ഏൽപ്പിച്ചത് വലിയ നിയോഗമാണ്. അപ്പോൾ പിന്നെ അത് അനുഷ്ഠിക്കാൻ ബാധ്യസ്ഥനാണല്ലോ. എന്നെക്കാൾ ഉപരി നിങ്ങളെയൊക്കെ ഇങ്ങനെ മാസത്തിലൊരിക്കൽ കാണുന്ന ഒരു വലിയ ആത്മാനന്ദത്തിൻ്റെ സന്തോഷമാണ്. കാരണം ഇതൊക്കെ അറിയാനും പഠിക്കാനും ആഗ്രഹിക്കുന്ന ഇത്രയും പുണ്യാത്മാക്കൾ നമ്മുടെ ഇടയിലുണ്ട് എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവമാണത്. കാരണം ഇങ്ങനെയുള്ള ആൾക്കാരെ അധികം കിട്ടാറില്ല എന്നാണ്. പുണ്യം ചെയ്ത് കൂട്ടിയിരിക്കുന്ന ആൾക്കാരെ കിട്ടാറില്ല എന്ന്. അതുകൊണ്ട് വക്ത ശ്രോതാച ദുർലഭ, വക്താക്കളും ശ്രോതാക്കളും ദുർലഭമായിരിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ ഇത്രയും ശ്രോതാക്കൾ തയ്യാറാണ് എന്ന് പറയുമ്പോൾ അതിലാണ് നിങ്ങളുടെ പുണ്യത്തിൻ്റെ മഹിമ ശരിക്കും തിരിച്ചറിയുമ്പോൾ എത്ര ദൂരെന്നാണെങ്കിലും ഇവിടെ ഓടിയെത്തി നിങ്ങളുമായി കുറേ സമയം ചിലവഴിക്കുക. അത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളെ പഠിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല. ആ ഒരു അനുഭവം ഉണ്ടാക്കിയെടുക്കുക, അതാണ് എൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ സൂക്ഷ്മ ശരീരത്തിലെ കുറിച്ചുള്ള ചർച്ചയിൽ മനസ്സിനെക്കുറിച്ചാണ് 2-3 ശ്ലോകങ്ങളിൽ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തത്. അതിൽ സ്വപ്നം എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് ഈ പ്രശ്നോപനിഷത്തിലെ ഒരു വിഷയം അധിഷ്ഠാനമാക്കിയിട്ട് ഈ സ്വപ്നവുമായി ചേർത്ത് ഞാൻ നിങ്ങളോട് വിസ്തരിച്ച് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്ന് ഒത്തിരി പേര് സംശയം ചോദിച്ചിരുന്നു. എന്നെ വിളിച്ചിരുന്നു, ഫോണിൽ വിളിച്ചിട്ട് ഞങ്ങൾക്ക് അന്നേരം കേട്ട് മനസ്സിലായി. പിന്നെയും ആലോചിച്ചപ്പോൾ കുറേ സംശയമുണ്ട്. വീട്ടിൽ പോയിരുന്നു നോക്കിയപ്പോഴാണ് സംശയം. അതങ്ങനെ തന്നെയാണോ ഇങ്ങനെയാണോ എന്ന് ചോദിച്ച് കുറേ പേര് എന്നെ വിളിച്ചിരുന്നു. ഞാൻ അവർക്കെല്ലാം സംശയങ്ങൾ തീർത്തു കൊടുത്തു കുറേ സമയം കണ്ട്. അപ്പോഴെനിക്ക് മനസ്സിലായി നിങ്ങളിത് നോക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, ഇത് വെറുതെ അല്ല, ഇങ്ങനെ കേട്ട് പിടിക്കുകയല്ല, മനനം ചെയ്യുന്നുണ്ട് എന്ന് അപ്പം തന്നെ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ആ പ്രശ്നോപനിഷത്തിലെ സ്വപ്ന എന്നുള്ള വിഷയത്തെ അധികരിച്ച് സൂക്ഷ്മ ശരീരത്തിൻ്റെ വ്യാപാര മേഖലകളിലേക്ക് കടക്കാൻ പുറപ്പെട്ടപ്പോഴാണ് നമുക്കതിലേക്ക് പോകേണ്ട വന്നത്. മനസ്സാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്നും എങ്ങനെ സ്വപ്നമുണ്ടാകുന്നു എന്നും കാണിച്ചാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ തീർന്നത്. 67ാമത്തെ ശ്ലോകം വരെയാണ് തീർന്നത് അല്ലേ. അദൃഷ്ടമശ്രുതം ചത്ര ക്വചിൻ മനസ്സി ദൃശ്യതേ യഥാ തഥാ അനുമന്തവ്യം ദേശകാലക്രിയാശ്രയം എന്ന ശ്ലോകം വരെയാണ് കഴിഞ്ഞ ദിവസം നമ്മളെടുത്തത്. കാരണം സ്വപ്നത്തിൽ അദൃഷ്ടവും അശ്രുതവുമായത് അനുഭവിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ക്വചിൻ മനസ്സി ദൃശ്യത, സ്വപ്നത്തെ പോലെ മനസ്സിലും അദൃഷ്ടമായതും അശ്രുതമായതും എന്ത് ചെയ്യാൻ പറ്റും,
അനുഭവിച്ച് അറിയാൻ പറ്റും എന്ന് പറയാൻ പുറപ്പെട്ടപ്പോഴാണ് ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞത്. ഇതു ഏതാ അതിൻ്റെ അകത്തെ അടുത്തെടുത്തോ? ഫർവേ ക്രമാനുരോധേന എടുത്തോ. അത് മനഫി ഇന്ദ്രിയഗോചരാഹ ആയാന്തി വർഗശോയാന്തി ഫർവേഫ മനഫോജനാഹ. അവിടെ വരെ പറഞ്ഞു വെച്ചത്. അപ്പം എല്ലാ വിഷയങ്ങളും ക്രമാനുരോധേന അതിന് ഒരു നമ്മുടെ മനസ്സിൽ വിഷയങ്ങൾ കടന്നു വരാൻ ഒരു ക്രമമുണ്ട്. ആ ക്രമം അനുസരിച്ചേ വരികയുള്ളൂ. അതായത് നമ്മൾ വിചാരിക്കുന്നതിലെ ഓടി വരില്ല. നമ്മളിപ്പോൾ രാവിലെ കഴിഞ്ഞിട്ട് വിചാരിക്കുക ഇന്ന് എനിക്ക് ഈശ്വരനെ സ്മരിച്ചാൽ മാത്രം മതി എന്ന് വിചാരിച്ചാൽ പറ്റുമോ? ഇല്ല. കാരണം ഒരു ക്രമം നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അത് ദുർവിചാരങ്ങളുണ്ട്, സദ്വിചാരങ്ങളുണ്ട്. ഈ ദുർവിചാരങ്ങളും സദ്വിചാരങ്ങളും കടന്നു വരാനുള്ള ഒരു ക്രമം ആർക്കുണ്ട്? മനസ്സിനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചാലും ചിലപ്പോൾ എന്ത് വരത്തില്ല, സദ്വിചാരങ്ങൾ വരില്ല. അതിന് ക്രമ അനുരോധേന മനഫി ഇന്ദ്രിയഗോചരാഹ. ഇന്ദ്രിയഗോചരങ്ങൾ, ഇന്ദ്രിയ വിഷയങ്ങൾ, ഗോചരങ്ങൾ വിഷയങ്ങൾ, ഇന്ദ്രിയ വിഷയങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വരുന്നത് ഒരു ക്രമം അനുസരിച്ച് മാത്രമാണ്. അത് ആയാന്തി വരുന്നു, വർഗശ ഒരു വർഗം ഒന്നിച്ചാണ് വരിക, ഓരോരുത്തരായിട്ടായിരിക്കില്ല. യാന്തി ഫർവേ ഫമനഫോജനാഹ. അതുകൊണ്ട് എല്ലാ മനുഷ്യരും മനസ്സോട് കൂടിയവരാണ്. മനസ്സിൽ ഒന്നു മാത്രമല്ല വരിക. അതുകൊണ്ടാണ് ഗീതയിൽ 2 തരത്തിലുള്ള മനുഷ്യ സ്വഭാവങ്ങളെക്കുറിച്ച് പറയും. ആസുരി എന്നും ദൈവീ എന്നും. ആസുരീ ഭാവനകൾ നമ്മുടെ ഉള്ളിലുണ്ട്, ദൈവീ ഭാവനകളുണ്ട്. ഇത് രണ്ടുമുണ്ട്. 2 സമ്പത്ത് കൊണ്ടാണ് നമ്മൾ വരിക. പക്ഷേ ഈ ആസുരീ സമ്പത്തുകൾ കുറേ എണ്ണം ഒന്നിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്നിച്ച് പറയാൻ കാരണം അവ വർഗശോയാന്തി. ഈ വർഗം ഒന്നിച്ച് വരിക. കാമം, കാമത്തിൽ നിന്ന് ക്രോധം, ക്രോധത്തിൽ നിന്ന് ലോഭം. അത് ഗീത തന്നെ പറയും എങ്ങനെയാണ് ഓരോന്നും ഉണ്ടാകുന്നത് എന്ന് അടുക്കനുസരിച്ച് പറയും. നമുക്ക് അതിനോട് താല്പര്യം ഉണ്ടാകുന്നു, അതിനോട് മോഹം ഉണ്ടാകുന്നു, അതിലേക്ക് നമ്മൾ അവിടെ ലയിക്കുന്നു. ഇങ്ങനെ ഇപ്പം ഇതെല്ലാം ഓരോ അടുക്കുകളാണ്. ഈ അടുക്കിനെയാണ് വർഗം എന്ന് പറയുന്നത്. വർഗശോയാന്തി ഒന്നിച്ചാണ് വരിക. അതുപോലെ തന്നെയാണ് മനസ്സിലും ഈ വിഷയങ്ങൾ കടന്നു വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആഗ്രഹിക്കുമ്പോൾ, വിചാരിക്കുമ്പോൾ എനിക്ക് ഒരു സദ്വിചാരം ഉണ്ടാക്കാൻ പറ്റുക. ഇതെല്ലാം മനസ്സിൽ സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് മനസ്സാണ് ഇതിന് കാരണം എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ചത്. നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. സത്വൈകനിഷ്ഠേ മനഫി ഭഗവത് പാർശ്വവർത്തിനീം തമഃ ചന്ദ്രമഫീ വേദം ഉപരജ്യ അവഭാസതേ. സത്വൈകനിഷ്ഠേ മനഫി. മനസ്സ് വാസ്തവത്തിൽ സാത്വികമെന്ന ഏകനിഷ്ഠയിൽ ഉറച്ചതാണ്. നമ്മുടെ മനസ്സിൻ്റെ ബേസിക്കായ ഭാവം എന്താണ്? സത്വമാണ്. നന്മ, നല്ലത്, ഇത് മാത്രമാണ് മനസ്സിൻ്റെ ഭാവം. പക്ഷേ അതിൽ എന്ത് കയറി വരും? തിന്മകളും ദുഷ്ടതകളും എന്തു ചെയ്യും? ഇടയ്ക്ക് കയറി വരും. ഈ കയറി വരുന്ന എന്തു ചെയ്യും? പോവും. പോയിട്ട് പിന്നെ എന്തിനു വരും? സത്വം. അപ്പോൾ സ്ഥിരമായും മനസ്സിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ഭാവം എന്താണ്? സത്വഭാവം. സത്വൈകനിഷ്ഠേ മനഫി. സത്വമെന്ന ഏകഭാവത്തിൽ ഉറച്ചു നിൽക്കുന്ന മനസ്സിൽ ഭഗവത് പാർശ്വവർത്തിനി. ഈ സത്വം ഇവിടെ നിൽക്കുന്നതാണ് ഭഗവത് പാർശ്വവർത്തിനി. ഭഗവാന്റെ തൊട്ട് ചേർന്ന് നിൽക്കുന്നതാണ് ഏത്? സത്വഗുണം. സത്വഗുണമാണ് ഭഗവാന്റെ അടുത്തോട് ചേർന്ന് നിൽക്കുന്നത്. ബാക്കിയൊക്കെ എന്താണ്? ദൂരേക്ക് ദൂരേക്ക് നമ്മളെ മാറ്റുകയാണ്. അപ്പം ഭഗവാനോട് ചേർന്ന് നിൽക്കുന്ന ഈ സത്വഗുണം മനസ്സിൽ നിഷ്ഠയായിട്ട് ഉറച്ചിരിപ്പുണ്ട് എല്ലാവരുടെയും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ വരുമ്പോൾ ദുർവിചാരങ്ങളൊന്നും മനസ്സിൽ വരാതെ ഇതിൽ മാത്രം ധ്യാനത്തിനിരിക്കുമ്പോൾ, അമ്പലത്തിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ ഭാഗവതം വായിക്കുമ്പോൾ, ഇങ്ങനെ സത്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ മനസ്സ് എന്താകും? സത്വത്തിൽ അധിഷ്ഠിതമാകും. ആയാൽ എവിടേക്കെത്തും? ഭഗവാനിലേക്ക്. കാരണം ഭഗവാനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഗുണം എന്തേ ഉള്ളൂ? സത്വഗുണമാണ്. അത് ആരുടെ ഉള്ളിലുണ്ട്? നമ്മുടെ ഉള്ളിൽ സ്ഥിരമായിട്ടുമുണ്ട്. നോക്കൂ, ഇതൊന്നും അറിയാതല്ലേ ഈ പോകുന്ന മുഴുവൻ.
നമ്മുടെ ഉള്ളിൽ സ്ഥിരമായിട്ടുള്ളത് സത്വഗുണമാണ്. അത് ആരോട് ചേർന്ന് നിൽക്കുന്നതാണ്? ഭഗവാനോട് ചേർന്ന് നിൽക്കുന്നതാണ്. ഭഗവത് പാർശ്വവർത്തിനി ഫത്വീക നിഷ്ഠയെ മനഫി. അങ്ങനെയുള്ള മനസ്സിൽ പിന്നെ എന്തുകൊണ്ട് രജസും തമസും ഉണ്ടാകുന്നു? ഭഗവാനോട് ചേർന്ന് നിൽക്കുന്നതാണ് സത്വഗുണം. അത് എൻ്റെ മനസ്സിൻ്റെ സ്ഥായി ഭാവം അതുമാണ്. അങ്ങനെയെങ്കിൽ പിന്നെ രജസും തമസും എങ്ങനെ ഉണ്ടാകുന്നു? അതുണ്ടാകേണ്ടതല്ലല്ലോ. സത്വഗുണം മാത്രം എനിക്ക് വന്നാൽ പോരെ. അതിനാണ് അവിടെ തമഹ ചന്ദ്രമഫീവ ഇതം ഉപരജ്യ അവഭാസതേ. ഈ തമസ് എന്ന് വെച്ചാൽ രാഹു എന്നൊരു ഗ്രഹത്തിൻ്റെ പേരാണ് തമസ്. ഇരുട്ടെന്നാണ് വാക്കിൻ്റെ അർത്ഥം. രാഹു കൊണ്ട് ഇരുട്ട് നമുക്ക് അനുഭവിക്ക് കിട്ടുന്നുണ്ട്. ചന്ദ്രമഫി ഇവ, ചന്ദ്രനിൽ എന്ന പോലെ. രാഹു എന്നൊരു ഗ്രഹം നമുക്ക് വാസ്തവത്തിൽ കാണാനില്ല, അതൊരു നിഴൽ മാത്രമാണ്. അത് ചന്ദ്രനിൽ പ്രതിഫലിക്കുമ്പോൾ മാത്രമേ അതിനെ കാണാൻ പറ്റുള്ളൂ. ഈ ശാസ്ത്രം എത്ര കാലം ഭാഗവതം ആവിഷ്കരിച്ചതാണ്. ഈ അടുത്ത കാലത്താണ് എന്താണ് ഈ ചന്ദ്രഗ്രഹണം സൂര്യഗ്രഹണം എന്നൊക്കെ പറയുന്നത് നമ്മളെ കബളിപ്പിക്കാമെന്നോ അതൊന്നും ഇല്ല എന്നൊക്കെ ഭാഗവതം അന്നേ പറഞ്ഞു. ഇത് ഒരു നിഴൽ പതിയുന്നത് മാത്രമാണ്. ആ നിഴലിനെയാണ്, ഇരുട്ട് പോലെ തോന്നിക്കുന്ന നിഴലിനെയാണ് രാഹു എന്ന് വിളിച്ചത്, അത്ര മാത്രമേ ഉള്ളൂ എന്ന് എത്ര കാലം മുമ്പ് ഈ ശാസ്ത്ര സത്യം ഭാഗവതം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചതാണ്. പക്ഷേ നമ്മൾ അതൊന്നും വായിച്ചു പഠിക്കാത്തതുകൊണ്ട് നമ്മൾ കഥയിൽ മാത്രം ആകൃഷ്ടരായിട്ട് മാത്രം പോയപ്പോൾ ഈ കഥ അതിലാണ് രാഹു വിഴുങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ് ഒന്നുമില്ല. ഈ നിഴൽ വീശുന്നതുകൊണ്ട് വിഴുങ്ങുന്നു എന്ന് നമ്മൾ എന്ത് ചെയ്തു? കണ്ടെത്തിയെന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് അതിനെക്കുറിച്ച് ആൾക്കാർ വിമർശിക്കും. എന്താണ് ഇത് കള്ളത്തരമാണ്, ഇതാണ് നിങ്ങളെ പുരാണത്തിൽ പറയുന്നതെന്നൊക്കെ പറയുമ്പോൾ നമ്മളും മിണ്ടാതിരിക്കുമല്ലോ. അവിടെയാണ് ഈ ഭാഗവതം പറഞ്ഞിരിക്കുന്ന ഈ ഒരു വരി അവരെ ഒന്ന് വായിച്ച് കേൾപ്പിച്ചാൽ മതി. എന്താണ്? തമഹ ചന്ദ്രമഫി ഇവ ഇതം ഉപരജ്യ അവഭാസത്തെ. ഉപരജ്യ അതിലേക്ക് ചേർന്നിട്ട്, ഉപരജ്യ ഈ പ്രകാശം അതിലേക്ക് ചേർന്നിട്ട് അവഭാസതയെ തോന്നിക്കലാണ്. വസ്തു രാഹു എന്ന് പറയുന്നത് നിഴൽ പോലെ ഒരു തോന്നലാണ്. അത്രയും സമയം ഇരുട്ടി വ്യാപരിക്കുന്നുണ്ട് നമുക്ക് തോന്നുന്നു മാത്രമേ ഉള്ളൂ. അതുപോലെയാണ് പാരമാർത്ഥിക സത്തയാണ് ലോകം. മനസ്സ് സത്വഗുണനിഷ്ഠമാണ്. ആ മനസ്സിൽ രജസും തമസും ഏതുപോലെയാണ്? രാഹുവിനെ പോലെയാണ്. വാസ്തവത്തിലുള്ളതാണോ? അല്ല. ഇതിൻ്റെ പ്രകാശം കൊണ്ട് എന്ത് ചെയ്യുന്നതാണ്? അവഭാസിക്കലാണ്. അത് നമുക്ക് തോന്നിക്കലാണ്. വാസ്തവത്തിൽ മനസ്സിൻ്റെ യഥാർത്ഥ ഗുണം സത്വഗുണമാണ്. അതിലൊരു ആശങ്കയില്ലാതാണ്. ഭഗവത് പാർശ്വവർത്തിനിയായ സത്വഗുണത്തിൽ അധിഷ്ഠിതമാണ് മനസ്സ്. അത് ഈശ്വരനോട് കൂടിയേ ഇരിക്കത്തുള്ളൂ. സത്വഗുണം നന്നായി വികസിക്കുമ്പോഴാണ് ഈശ്വര ചിന്ത മനസ്സിൽ നന്നായി നമുക്ക് തോന്നിക്കുന്നത്. അത് നമ്മുടെ ഉള്ളിലുള്ള ബേസിക്കായിട്ട് ഭാവമാണ്. അതിനെ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. അന്വേഷിച്ച് പോകേണ്ടത് എന്തിനാണ്? രജസിനെയും തമസിനെയുമാണ്. പക്ഷെ ഇപ്പോൾ ഇതാ നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്തിരിക്കുന്നത്? നിറച്ച് വെച്ചിരിക്കുന്നത്. മറ്റിനെ എന്തിരിക്കുകയാണ്? മൂടി വെച്ചിരിക്കുകയാണ്. മറ്റേ ഇല്ലാതിരിക്കാൻ പറ്റില്ല, അതാ ഉള്ളത്. അതുകൊണ്ട് ഈ രജസ്തമസുകൾ രണ്ടും ഈ മനസ്സാകുന്ന കണ്ണാടിയിൽ തട്ടി അത് പ്രതിബിംബിക്കുന്ന ഒരു പ്രതിബിംബമാണ്. സൂര്യൻ്റെ രശ്മി ഒരു കുളത്തിൽ നോക്കുമ്പോൾ ആരെ കാണാം? സൂര്യനെ കാണാം. മുകളിൽ നിൽക്കുന്ന സൂര്യൻ എവിടെയുണ്ട്? കുളത്തിൽ സൂര്യനെ കാണാം. ആ സൂര്യൻ അതുപോലെ തന്നെ കാണാം. ഇനിയും ആ കുളത്തിൽ ഉള്ള സൂര്യൻ്റെ ഇവിടെ കുളത്തിൽ രശ്മിയില്ല. രശ്മിയില്ലെങ്കിലും സൂര്യൻ ഇതിനകത്ത് പ്രതിബിംബിക്കുന്നത് കൊണ്ട് ഈ പ്രതിബിംബത്തിൻ്റെ ഒരു പ്രതലം ആ കുളത്തിൻ്റെ ഭിത്തിയിലേക്ക് തട്ടിയിട്ട് ഭിത്തിയിൽ ഇങ്ങനെ പളപളാന്ന് വെട്ടിത്തിളങ്ങും. അത് കുളത്തിനെ ഫലിച്ച് നോക്കുമ്പോൾ അറിയാം. സൂര്യൻ മുകളിൽ നിൽക്കുന്ന സൂര്യൻ കുളത്തിൽ പ്രതിബിംബിച്ചിട്ട് ഈ കുളത്തിൽ നിന്നും ഇതിൻ്റെ ഒരു പ്രകാശരശ്മിയുടെ ഭാവം ആ കുളത്തിലും ആ കൽപ്പടവുകളൊക്കെ ഇങ്ങനെ പളപളപളാന്ന് വെട്ടിത്തിളങ്ങുന്ന കാണാം. ഇത് സത്യമാണോ? കാണുന്നില്ലേ? വാസ്തവത്തിൽ സൂര്യൻ എവിടെയുള്ളൂ? കുളത്തിൽ സൂര്യനില്ലല്ലോ. അപ്പോൾ എന്താണ്? ഈ സൂര്യനില്ലെങ്കിലും സൂര്യൻ്റെ ഒരു അവഭാസത, ഈ പ്രകാശത്തിൻ്റെ ഒരു തോന്നിക്കൽ എന്തുണ്ടാവുകയാണ്?
ഇവിടെ ഉണ്ടായിട്ടാണ് നമ്മൾ ഈ ഭിത്തിയിൽ പളാന്ന് നല്ല സൂര്യരശ്മി പ്രകാശം പോലെ വെട്ടിത്തിളങ്ങുന്ന കാണാം. സൂര്യൻ്റെ അല്ലത്, പിന്നെ എന്തിനാണ്? പ്രതിബിംബത്തിൻ്റെയാണ്. ഇതേപോലെ പ്രതിബിംബമാണ് രജസ് തമസ്സുകൾ. അതിങ്ങനെ നമുക്ക് അനുഭവിക്കുകയും ചെയ്യാം. ഇത് നമ്മൾ കാണുമ്പോൾ നല്ല പ്രകാശം, നല്ല തെളിച്ചം അതിന്. ഇത് മേളിൽ നിന്ന് വന്നതല്ല, വെള്ളത്തിൽ തട്ടി പ്രതിബിംബിച്ചിട്ട് എന്ത് ചെയ്താണ് അത് പുറത്തേക്ക് വന്നതാണ്. ഇതിൻ്റെ പേരാണ് അവഭാസം എന്ന. ഇതുകൊണ്ടാണ് ഇവിടെ ഉപരജ്യ അവഭാസതേ. ഏതുപോലെയാണ്? ചന്ദ്രമസി തമഹ ഇവ. എന്താണ്? ചന്ദ്രനിൽ ഈ തമസ് രാഹു എന്ന പോലെ അതിൽ പ്രതിഫലിച്ചിട്ട് മനസ്സാകുന്ന സത്വഗുണത്തിൽ രജോ ഗുണങ്ങളും തമോ ഗുണവും തട്ടി പ്രതിഫലിച്ചിട്ട് ഒരു അവഭാസമാണ്, തോന്നലാണ്, നഷ്ടപ്പെടുന്നത്. സത്വഗുണം എന്ത് ചെയ്യത്തില്ല? നഷ്ടപ്പെടില്ല. അത് ഏകനിഷ്ഠമാണ്, ഉറച്ചതാണ്. രജസും തമസും എന്താണ്? നഷ്ടപ്പെടും. അതിന് കാണിച്ച മനോഹരമായ 2 ഉദാഹരണങ്ങളാണ്. ഒന്ന് ആകാശത്തിൽ കാണപ്പെടുന്ന രാഹു എന്ന ഗ്രഹത്തെക്കുറിച്ച്, പിന്നൊന്ന് ഈ അവഭാസത്തെക്കുറിച്ച്. ഈ കുളത്തിൽ ഓളം വെട്ടുമ്പോൾ ഈ സൂര്യൻ ഇങ്ങനെ സഞ്ചരിച്ചു പോകുന്നതാണ് കാണാം. പക്ഷേ സൂര്യൻ പോവുമോ? ഇല്ല. ഓളം കൊണ്ട് എന്തു ചെയ്യാണ്? സൂര്യന് ചലനമുണ്ട് എന്ന് നമുക്ക് എന്തു ചെയ്യാണ്? തോന്നിക്കലാണ്. ഓളം വെട്ടുമ്പോൾ സൂര്യൻ എന്തു ചെയ്യും? ഓളത്തിനനുസരിച്ച് മാറും. ഇതൊക്കെ ഈ പ്രതിബിംബത്തിൻ്റെ അവഭാസങ്ങളാണ്. ഒരു കണ്ണാടിയിൽ നോക്കി നമ്മൾ ചിരിച്ചാൽ എന്തു ചെയ്യും? കണ്ണാടിയിലും ചിരി കാണാം. കൈ പൊക്കിയാൽ കൈ പൊക്കും, കൈ താത്താൽ കൈ താക്കും. ഒന്ന് കരഞ്ഞാൽ എന്തു ചെയ്യും? അതും കരയും. അപ്പോൾ എന്താണ്? കണ്ണാടിയിൽ ഇതെന്ത് ചെയ്യാണ്? അവഭാസിക്കലാണ്, തോന്നിക്കലാണ്. കണ്ണാടിയിൽ ഇരുന്ന് ആരും കരയുന്നുണ്ടോ? ഇല്ല. ചിരിക്കുന്നുണ്ടോ? രണ്ടുമില്ല. ഇതൊന്നും കണ്ണാടി എന്ത് ചെയ്യത്തില്ല? ബാക്കി മനസ്സാകുന്ന കണ്ണാടിയിൽ ഈ സത്വഗുണം എന്ത് ചെയ്തിട്ട് ആ തട്ടിയിട്ട് അതിൻ്റെ പ്രതിഫലനം എന്ന പോലെ ഈ തമസ് ഇവിടെ രാഹു കാണുന്നത് പോലെ നമ്മൾക്ക് അനുഭവിച്ചറിയുന്നതാണ്, വാസ്തവമല്ല. അതുകൊണ്ട് മനുഷ്യ മനസ്സിൻ്റെ ആത്യന്തികമായ ഭാവം എന്ത് തന്നെയാണ്? സത്വം. അതിനാരും അത് ഉണ്ടാവാതിരിക്കില്ല, എല്ലാവരുടെ ഉള്ളിലുണ്ട്. അതില്ലാത്ത ഒരു മനുഷ്യനുമില്ല. അതെല്ലാവരുടെ മനസ്സിലുണ്ടായിരിക്കെ അത് ഉപയോഗിക്കാതെ രജസ്തമസ്സുള്ള പുറകെ പാഞ്ഞു നടന്നിട്ട് ഇത് മാറ്റിയെടുക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. മാറ്റിയെടുക്കാൻ പറ്റുന്ന അതേ ഉള്ളൂ. ഏത്? രജസ്തമസ്സും. മറ്റേ മാറ്റാൻ പറ്റുന്നതല്ല. അതെന്താണ്? അതുകൊണ്ടാണ് സത്വൈക നിഷ്ഠേ. നിഷ്ഠ എന്ന് വെച്ചാൽ അർത്ഥം ഉറച്ചിരിക്കുക. സത്വൈക നിഷ്ഠേ മനസ്സി. സത്വമെന്ന ഏകഗുണം ഉറച്ചിരിക്കുന്ന മനസ്സിൽ ഈശ്വരൻ്റെ തൊട്ട് ചേർന്ന് സമീപത്തിൽ നിൽക്കുന്നത്. ഈശ്വരൻ എന്താണ്? സത്വഗുണം മാത്രമാണ് നമ്മൾ അനുഭവിച്ചറിയുന്നത്. അതും അനുഭവിച്ച് കഴിയുമ്പോൾ അതും ഇല്ലാണ്ടാകും. ഗുണാതീതനായിട്ട് പിന്നെ എന്തു ചെയ്യും? നമ്മൾ മാറും. അപ്പോൾ ഈ സത്വം അതുകൊണ്ടാണ് അടുത്ത് നിൽക്കുന്നതെന്ന് പറഞ്ഞത്. അതാണെന്ന് പറഞ്ഞില്ല. ഭഗവത് പാർശ്വവർത്തിനി സത്വഗുണി എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഭഗവാന്റെ പാർശ്വത്തിൽ നിൽക്കുന്ന ഈ സത്വഗുണത്തിൽ എന്തു ചെയ്യും? നമ്മുടെ മനസ്സ് എന്തു ചെയ്യും? അതിൽ പ്രതിബിംബിച്ചിട്ട് അനുഭവിക്കുന്നതാണ് രജസ് തമസ്സുകൾ. എന്തല്ല? സത്യമല്ല. ഈ സത്യമില്ലാത്ത രജസ് തമസ്സിൻ്റെ പുറകെയാണ് നമ്മൾ ജീവിതകാലത്തിൽ മുക്കാലും സമയം എന്ത് ചെയ്യുന്നത്? പാഞ്ഞ് നടക്കുന്നത്. അത് വന്നാൽ എങ്ങനെയാണ് വരിക? ഒരു കൂട്ടമായിട്ടായിരിക്കും വരിക, അല്ലേ? ഒരു ദേഷ്യം വന്നാൽ ദേഷ്യത്തിൻ്റെ പരിണതഫലമായി എന്തൊക്കെയാണോ പിന്നെ വന്നുകൊണ്ടേയിരിക്കുക. ഇതെല്ലാം ഒന്ന് ഒഴിച്ചു വിട്ട് കുറേ കഴിയുമ്പോൾ എന്തു ചെയ്യും? ശാന്തമാകും. ഇത്തിരി സമയം കഴിയുമ്പോൾ ഭാഗവതമോ നാരായണിയോ ഗീതയോ ഒക്കെ എടുത്ത് ഒന്ന് വായിച്ചു കഴിയുമ്പോൾ ഇവരൊക്കെ എന്ത് ചെയ്യും? പൊക്കോളൂ. കാരണം എന്താണ്? സത്വിക നിഷ്ഠേ മനഫി. ആ മനസ്സ് സത്വിക നിഷ്ഠമാണെന്നുള്ളത് കൊണ്ടാണ് ഇതൊക്കെ വായിക്കുമ്പോൾ മറ്റേയൊക്കെ എന്ത് ചെയ്യുന്നത്? പോകുന്നത്. അത് വന്നും പോയിരിക്കുന്നതാണ്, ശാശ്വതം അല്ല. അപ്പോൾ വന്നും പോയും ഇരിക്കുന്ന ശാശ്വതമല്ലാത്ത ഈ ദുർഗുണങ്ങളുടെ പുറകെയാണ് നമ്മളിന്ന് എന്ത് ചെയ്യുന്നത്? ഓടി നടക്കുന്നത്. ഇതൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ആരാണ്, നമ്മൾ ആരാണ്, ഞാൻ ഈശ്വരനോട് ചേർന്ന് നിൽക്കുന്ന സത്വഗുണത്തിൻ്റെ ഉടമസ്ഥനാണെന്ന് ഓരോ ദിവസവും ഉറപ്പിച്ചുറപ്പിച്ച് കൊണ്ടുപോയാൽ അനാവശ്യമായി വന്നു കയറുന്ന രജസ്തമസ്സുകൾ എന്ന ഇരുട്ടിനെ എന്ത് ചെയ്യാൻ പറ്റും? മാറ്റിവിടാം. ഈ തിരിച്ചറിവാണ് എന്ത് ചെയ്യേണ്ടത്? ആദ്യം ഉണ്ടാവേണ്ടത്. അപ്പോൾ മനസ്സെന്താകും? ശാന്തമാകും.
അതുവരെ മനസ്സെന്താകും? പ്രക്ഷുബ്ധമാകും. രജഫും തമഫും ബാധിക്കുമ്പോൾ മനസ്സെന്താകും? പ്രക്ഷുബ്ധമാകും. ഈ ചന്ദ്രഗ്രഹണവും സൂര്യഗ്രഹണവും ഒക്കെ കാണുന്ന പോലെ എന്തു ചെയ്യും? അത് ബാധിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു പ്രക്ഷോഭമാണ്. അതുകൊണ്ടാണ് അത് കാണാൻ പറ്റത്തില്ല, കാണരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ എന്തു ചെയ്യും? മാറ്റി നിർത്തും. അത് അഥവാ കണ്ടാൽ അത് കണ്ടില്ലെങ്കിലും പോയി ചെന്ന് കുളിക്കണം അല്ലേ? എന്തൊക്കെയായിരുന്നു സൂര്യ? എന്തൊരു സത്യമാണ്! ഈ രജഫും തമഫും ബാധിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യണം? ഏതെങ്കിലും തീർത്ഥത്തിൽ പോയി കുളിച്ച് ശുദ്ധമായി വരണം. എങ്കിൽ മാത്രമേ ഫത്വത്തിലേക്ക് ഇരിക്കാൻ നമുക്ക് പറ്റുകയുള്ളൂ. ഒരു ദിവസം എത്ര പ്രാവശ്യം കുളിക്കേണ്ടി വരും അല്ലേ? എത്ര പ്രാവശ്യം ഈ രജഫും തമഫും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ കയറി ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ദിവസം എത്ര പ്രാവശ്യം കോപിക്കുന്നുണ്ടാവും? ആരെങ്കിലും എഴുതി വെക്കാറുണ്ടോ ഡയറിയിൽ? എണീറ്റപ്പോൾ നമ്മൾ ഉറങ്ങുന്ന വരെ എത്ര പ്രാവശ്യം ഞാൻ ദേഷ്യപ്പെട്ടിട്ടുണ്ടെന്ന്? എന്താ അറിയാം, അത്രയും പ്രാവശ്യം എന്ത് ചെയ്യണം? കുളിക്കണം. കാരണം എന്താണ്? ഈ രാഹു ബാധിച്ചതുപോലെ അതെന്ത് ചെയ്യും? മനസ്സിൻ്റെ സാത്വികമായ ഏകനിഷ്ഠയെ അത് എന്തു ചെയ്യും? മറച്ചു പിടിക്കും. ഇല്ലാണ്ടാക്കില്ല, അപഹരിച്ചു കൊണ്ടുപോയില്ല, മറച്ചു പിടിക്കത്തേ ഉള്ളൂ. ആ മറവിനെ എന്തു ചെയ്യണം? മാറ്റി നിർത്തുകയാണ് വേണ്ടത്. അതിനാണ് ഭാഗവതവും ഗീതയും നാരായണിയും ഒക്കെ സ്ഥിരം ഉപയോഗിച്ചാൽ ഞാൻ ആരാണ്, എൻ്റെ മനസ്സെന്താണ്, എൻ്റെ മനസ്സും ഈശ്വരനായിട്ടുള്ള ബന്ധം എന്താണ്, ഇത് നമ്മൾ എന്തു ചെയ്യണം? ഉറപ്പിക്കലായിരുന്നു ഈ ശ്ലോകത്തിൻ്റെ ഏക ലക്ഷ്യം. സത്വൈകനിഷ്ഠേ മനസി ഭഗവത് പാർശ്വവർത്തിനീം തമശ്ചന്ദ്രമസീ വേദം ഉപരിജ്യാവഭാസതേ. സത്വൈകനിഷ്ഠേ മനസി ഭഗവത് പാർശ്വവർത്തിനീം തമശ്ചന്ദ്രമസീ വേദം ഉപരിജ്യാവഭാസതേ. അതുകൊണ്ട് ഈ നമ്മുടെ പുരാണങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന കഥയാണ് ആര്? ദേവാസുരന്മാർ തമ്മിലുള്ള യുദ്ധം അല്ലേ? ദേവന്മാരും അസുരന്മാരും തമ്മിൽ എന്തുണ്ട്? എപ്പോഴും യുദ്ധമുണ്ട്. ഇതിനെക്കുറിച്ച് പലപ്പോഴും നമ്മളോട് പലരും ചോദ്യം ചെയ്യാറുണ്ട്. ഈ യുദ്ധം എത്ര കാലമായിട്ട് നടക്കുന്നതാണ്? ദേവന്മാർ ജയിക്കണം, അസുരന്മാർ തോക്കണം, ഇതൊക്കെ ശരിയാണോ എന്നൊക്കെ നമ്മളോട് ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ ഇഷ്ടപ്പെടും നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ ഈ ദേവനും അസുരനും എന്നുള്ളത് ഒരു പ്രജാപതിയുടെ പുത്രന്മാരാണ്. കശ്യപൻ്റെ പുത്രന്മാരാണ് രണ്ടുപേരും. കശ്യപൻ എന്ന് പറയുന്നത് ഞാനെന്ന ഈ ജീവാത്മാവാണ്. ഞാനെന്ന ഈ ജീവാത്മാവിൻ്റെ രണ്ട് ഭാവങ്ങളാണ് ദേവനും അസുരനും. ആരിലുണ്ട്? എന്നിൽ തന്നെയുണ്ട്, പുറത്തുള്ളവരല്ല. എൻ്റെ ഉള്ളിലുള്ള ദേവന്മാരെന്നൊരു വിഭാഗത്തെയും അസുരന്മാരെന്ന വിഭാഗത്തെയും ഞാൻ തന്നെയല്ലേ സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് പ്രജാപതി എന്ന ആ കശ്യപൻ്റെ ഒറ്റ പിതാവിൻ്റെ രണ്ട് മക്കളാണ് ദേവന്മാരും അസുരന്മാരും. ഇവർ തമ്മിലുള്ള യുദ്ധം അതല്ലേ ഇപ്പം മനസ്സിൽ നടക്കുന്നത് ഇല്ലേ? തങ്ങളുടെ മനസ്സിലുള്ള ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധമാണ് ഇപ്പം എന്ത് ചെയ്യുന്നത്? നമ്മൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഓരോ ദിവസവും എത്ര യുദ്ധം ഉണ്ടാവും? ആ യുദ്ധത്തിൽ ചിലപ്പോൾ ആര് ജയിക്കും? ദേവന്മാർ. ചിലപ്പോൾ ആര് ജയിക്കും? അസുരന്മാർ. അസുരന്മാർ ജയിച്ചു കഴിയുമ്പോൾ കുറേ കഴിയുമ്പോൾ എന്ത് ചെയ്യും? മാറ്റിയിട്ട് പിന്നെ നമ്മൾ അവരെയൊക്കെ പരാജയപ്പെടുത്തിയിട്ട് ദേവനെ ജയിപ്പിക്കും. ഇത് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നതാണ്. അല്ല വെളിയിൽ അവിടെ ദേവന്മാരെന്ന് അസുരന്മാരെന്ന് കുറേ കഥാപാത്രങ്ങളെ ഉണ്ടാക്കിയിട്ട് അവരൊക്കെ ഉണ്ട്. ഇതൊക്കെ ഭാഗവത പുരാണം മുഴുവനും കഥയാണ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ കഥയിൽ കൂടി കഥ എന്തിനെ പ്രതിനിധീകരിക്കുന്നു എന്ന് തിരിച്ചറിയണം. അല്ല കഥ മാത്രമല്ല ആദ്യം എന്ത് ചെയ്യണം? ആദ്യം കഥ അറിയണം. കഥ നന്നായി പഠിച്ചു കഴിയുമ്പോൾ ഈ കഥ പറഞ്ഞത് ഒരു കാര്യം ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഭാരതത്തിൽ മിക്കവാറും കഥകളൊക്കെ അങ്ങനെയാണ്, ഒരു കാര്യം നമ്മെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കഥാരൂപേണ അത് പറഞ്ഞിട്ട് പതുക്കെ കഥ മാറ്റിയിട്ട് എന്തു ചെയ്യും? കാര്യത്തിൽ ഉറപ്പിച്ചു നിർത്തും നമ്മളെ. നമ്മളിത് തിരിച്ചാണ്, കാര്യത്തിലോട്ട് പോവില്ല, കഥയിൽ മാത്രം കിടന്ന് കളിക്കും. എന്നിട്ട് കഥയിലെക്കുറിച്ചുള്ള ആക്ഷേപങ്ങളെക്കുറിച്ചാണ് നിരന്തരമായും ചർച്ചകളും ആശങ്കകളും മുഴുവൻ അവിടെയാണ്. കാരണം അത് വിഷയം മനസ്സിലാക്കാൻ വേണ്ടി ഒരു കഥ പറഞ്ഞു തന്നാണ്. ഇത്ര മാത്രമേ കഥയെക്കുറിച്ച് മനസ്സിലാക്കാവൂ. അതുകൊണ്ട് ദേവന്മാരും അസുരന്മാരും വാസ്തവത്തിൽ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള രണ്ട് ഭാവങ്ങളാണ്. നമ്മുടെ മനസ്സിൽ തന്നെ ആരുണ്ട്? ദേവനുമുണ്ട്, അസുരനുമുണ്ട്. ഇവർ തമ്മിൽ എന്തുണ്ടാകാറുണ്ട്? വഴക്കുണ്ടാകും, അടിപിടിയുണ്ടാകും, യുദ്ധം ഉണ്ടാകും. അപ്പോഴാണ് നമ്മൾ പറയുന്നത് ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പോഴാണ് ഈ ദേവന്മാരും അസുരന്മാരും തമ്മിൽ നമ്മുടെ മനസ്സിൽ
യുദ്ധമുണ്ടാകുമ്പോൾ എനിക്ക് ടെൻഷനാണ്, സഹിക്കാൻ മേലാത്ത ടെൻഷനാണെന്ന് പറഞ്ഞ് നമ്മൾ എന്തു ചെയ്യും? അതിൽ നിന്നും രക്ഷപ്പെടാൻ നോക്കും. പക്ഷേ പലപ്പോഴും രക്ഷപ്പെടാൻ പറ്റുക. അവിടെ എന്താണ്? ദേവന്മാരെ ജയിപ്പിക്കാൻ, സാത്വിക ഗുണത്തെ ജയിപ്പിക്കാൻ സത്വത്തോട് ചേർന്ന് നിൽക്കുന്ന ആര് തന്നെ വേണം? വിഷ്ണു. അതുകൊണ്ടാണ് ഈ വിഷ്ണു ആരുടെ കൂടെ നിന്നത്? ദേവന്മാർ. അത് ഇന്ന് ചോദ്യമാണ്. ഈ വിഷ്ണു എന്തിനാ ദേവന്മാരുടെ കൂടെ നിന്ന് അസുരന്മാരുടെ നിന്ന് കൂടായിരുന്നോ? അപ്പോൾ പക്ഷപാതിയല്ലേ വിഷ്ണു എന്നൊക്കെ ഇന്ന് ചോദ്യങ്ങൾ ധാരാളം ഉണ്ടാകാറുണ്ട്. അപ്പോഴാണ് ഈ വിഷ്ണു എന്ന് പറയുന്നത് ഈശ്വരനോട് ചേർന്ന് നിൽക്കുന്ന ഈ സത്വഗുണത്തെ നന്നാക്കിയെടുക്കേണ്ട ആളാണ്, അതിൻ്റെ പ്രതിനിധിയാണ്. അപ്പോൾ അത് ജയിക്കാനല്ലേ ആര് നോക്കൂ? വിഷ്ണു നോക്കുള്ളൂ. അതുകൊണ്ട് അസുരന്മാരെ നിഗ്രഹിക്കുക എന്നുള്ള വിഷ്ണുവിൻ്റെ ജോലിയാണ്. ഇത് കഷ്ടമാണ് എന്നൊക്കെ പലപ്പോഴും എന്താണ് ആധുനികരായ പലരും നമ്മോട് ചോദിക്കാറുണ്ട്. നമ്മളതൊക്കെ കേട്ടിട്ട് ഇതൊക്കെ കഥയാണെന്ന് പറഞ്ഞ് പോകല്ലാണ്ട് കാര്യം പറഞ്ഞു കൊടുക്കാൻ പറ്റാറില്ല. ഇനി നമുക്ക് ഈ കാര്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇതാണ് അതിൻ്റെ തത്വം. ഈ ദേവന്മാരും അസുരന്മാരും തമ്മിൽ ഇത് ആദ്യം ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നത് ഛാന്ദോഗ്യോപനിഷത്തിലെ 2-ാം അധ്യായത്തിലെ 1-ാം ഖണ്ഡത്തിലെ ഈ ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ച് ഈ പ്രണവ ഉപാസനയ്ക്ക് വേണ്ടി ആണ് ചോദ്യം. എങ്ങനെയാണ് പ്രണവ ഉപാസന ചെയ്യേണ്ടതെന്ന് ചെന്ന ചോദ്യത്തിന് മറുപടിയായിട്ട് 1-ാമത്തെ ഖണ്ഡം കഴിയുമ്പോൾ ഇത് അതിമനോഹരമായി അവതരിപ്പിക്കുന്നുണ്ട്. ദേവാസുരാഹ എത്ര സംയേതിരേ പ്രാജാപത്യാഹ ദേവാസുരാഹ. പ്രജാപതിയുടെ പുത്രനായ ദേവാസുരന്മാർ. പ്രജാപതി ആരാണ്? കശ്യപൻ. കശ്യപൻ്റെ പുത്രന്മാരായ ദേവാസുരന്മാർ എത്ര എവിടെയാണോ സംയേതിരേ പരസ്പരം യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത് എവിടെയാണോ അപ്പോൾ ഉദ്ഗീതം ആജഹ്രുഹു അനേന ഏതാൻ അഭിഭവതീതി. അവർ ഉദ്ഗീതത്തെ അവിടേക്ക് ആജഹ്രുഹു കൊണ്ടുവന്നു. ഉദ്ഗീതത്തെ പ്രണവം, ഓങ്കാരം. ഓങ്കാരമെന്ന പ്രണവത്തെ അവരെന്ത് ചെയ്തു? അവിടേക്ക് കൊണ്ടുവന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഏതാൻ അഭിഭവതി. ആരെ? ഈ അസുരന്മാരെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഇനി ഒറ്റ വഴിയുള്ളൂ, എന്തു ചെയ്യണം? ഉദ്ഗീതത്തെ ഉപാസിക്കണം. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? യജ്ഞം ചെയ്തു. ദേവന്മാരെന്ത് ചെയ്തു? യജ്ഞം ചെയ്തു. യജ്ഞത്തിൽ ഉദ്ഗാതാക്കൾ ഓങ്കാരത്തെ എന്ത് ചെയ്തു? ഉറക്കപ്പാടി. 5 പേരാണ് യജ്ഞത്തിലുള്ളത്. അതിൽ ഒരു കൂട്ടരാണ് ഉദ്ഗാതാക്കൾ. അവരെന്ത് ചെയ്യും? ഈ വേദമന്ത്രങ്ങളെ ഉറക്ക ചൊല്ലി കേൾപ്പിക്കും. അവിടെയാണ് സ്വരം ഉപയോഗിച്ച് മന്ത്രം ചൊല്ലേണ്ടത്. അല്ലാത്തപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. യജ്ഞത്തിലെ ഹോതാക്കളുണ്ട്, അതുപോലെ അധ്വരിയുണ്ട്, യജമാനനുണ്ട്. ഇവരൊക്കെ ഈ മന്ത്രം ചൊല്ലുമ്പോൾ അവർ സ്വരിച്ച് ചൊല്ലുന്നില്ല. ഹോമിക്കുമ്പോൾ മന്ത്രം ചൊല്ലുമ്പോൾ അത് സ്വരിച്ചല്ല ചൊല്ലുക. അതേസമയത്ത് ഇതേ മന്ത്രം ഉദ്ഗാതാക്കൾ ചൊല്ലുമ്പോൾ സ്വരിച്ച്. അപ്പോൾ അവർക്ക് മാത്രം യജ്ഞത്തിൽ വെച്ചാണ് സ്വരിച്ച് ചൊല്ലാൻ അവകാശം. പക്ഷേ ഇന്ന് അതൊന്നും അറിയാതെ എല്ലായിടത്തും സ്വരിച്ച് ചൊല്ലണം, വേദമന്ത്രം ചൊല്ലുക, അങ്ങനെ ചൊല്ലാവോ അല്ല ചൊല്ലരുതെന്നൊക്കെ ഒത്തിരി ധാരണ നമ്മുടെ ഇടയിൽ പരന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഉദ്ഗാതാക്കൾ ഉദ്ഗീതത്തെ സ്വരിച്ച് ഉറക്കെ ചൊല്ലി. അങ്ങനെ ചൊല്ലുമ്പോൾ അതിൻ്റെ ശബ്ദധ്വനി കൊണ്ട് ആര് മാറും? അസുരന്മാർ. ആരെ പരാജയപ്പെടുത്താം? അസുരന്മാരെ. അപ്പോൾ ഓങ്കാര ഉപാസന കൊണ്ട് മാത്രമേ അസുരന്മാരെ പരാജയപ്പെടുത്താൻ പറ്റൂ എന്ന് നിശ്ചയിച്ച ഇവർ എന്ത് ചെയ്തു? ഓങ്കാരത്തെ അവിടേക്ക് വിളിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് ഇനി എങ്ങനെയാണ് ഈ ഉപാസന ചെയ്യേണ്ടത്? അവരാദ്യം നാഫിക്യം പ്രാണ ഉദ്ഗീതം ഉപാസന. ഈ പ്രാണനെയാണ് ഉപാസിക്കേണ്ടത്. ഈ പ്രാണൻ ശരീരത്തിൽ എല്ലായിടത്തും ഇല്ലേ. അതുകൊണ്ട് ആദ്യം മൂക്കിൽ കൂടി വരുന്ന പ്രാണനെ എന്ത് ചെയ്തു? അവരുപാസിക്കാൻ ശ്രമിച്ചു. നാഫിക്യം ഉദ്ഗീതം ആയ പ്രാണനെ, നാഫിക്യം വെച്ചാൽ മൂക്കിലുള്ളത്, മൂക്കിൽ കൂടി വരുന്ന പ്രാണനെ അവർ എന്ത് ചെയ്തു? ഉപാസം ചക്രിയേ തംഹ അസുരാഹ. അപ്പോൾ ആ അസുരന്മാരെ പാപ്നാ വിവിധുഹു, തങ്ങളുടെ പാപപ്രവൃത്തി കൊണ്ട് അതിനെ തടഞ്ഞു അസുരന്മാർ. ഇതാണ് നമ്മുടെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഒരു ഓങ്കാര ഉപാസന ചെയ്ത് ഒരു നാമം ചൊല്ലാമെന്ന് വിചാരിക്കുമ്പോൾ ഏതെങ്കിലും ദുഷ്ടപ്രവൃത്തികൾ വന്ന് അതിനെ തടയും. എണീറ്റ് പൊക്കോളൂ, ഫോൺ വന്നു, അത്യാവശ്യമായി, ഇനി ബാക്കി പിന്നാട്ടെ എന്ന് നമ്മളെ ഓടിച്ചു വിടും.
അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ മന്ത്രം പകുതിയല്ലേ, ഒരു ശ്ലോകം പകുതിയില്ലേ വെച്ചിട്ട് ആരുടെ പുറകെ പോവും? ഫോണിൻ്റെ പുറകെ പോവും. കാരണം എന്താണ്? അത് അസുരന്മാരായ പാപാത്മാക്കൾ ഇതിനെ വിവ്യഥുഹു, അതിനെ വേദം ചെയ്യും, അതിനെ തടയും. എത്ര കാലം മുമ്പ് ഈ ഉപനിഷത്ത് എത്ര സുന്ദരമായിട്ട് ഇന്നത്തെ മനുഷ്യജീവിതത്തിൻ്റെ സംഘർഷത്തെ അവതരിപ്പിച്ച് കാണിച്ചു. ഇതറിയുമ്പോഴാണ് നമുക്ക് അവരുടെ ചിന്തകളോട് ബഹുമാനം തോന്നുന്നപ്പോഴാണ്. അങ്ങനെ നാസിക്യത്തെ അവരെ എങ്ങനെയാണ് തടഞ്ഞത്? മൂക്കുകൊണ്ട് സുഗന്ധത്തെ മാത്രമല്ല എന്തു ചെയ്യും? ദുർഗന്ധവും സ്വീകരിക്കും. അല്ലേ? മൂക്കുകൊണ്ട് സുഗന്ധം മാത്രമാണോ? അല്ല, ദുർഗന്ധവും. കാരണം എന്താണ്? ഈ അസുരന്മാർ ഇതിനെ വന്ന് തടഞ്ഞപ്പോൾ ആ പാപാത്മകമായ ദുർഗന്ധവും കൂടി ഇതിൽ കൂടി. ഏത്? മൂക്കിൽ. അപ്പോൾ ഇത് രണ്ടും കൂടി അനുഭവിക്കേണ്ടി വന്നു. ഇന്നും നമ്മളങ്ങനെയാണ്. മൂക്കുകൊണ്ട് നല്ലത് മാത്രമല്ല മണക്കുക, പിന്നെ എന്തു ചെയ്യും? ചീത്തയും ഉണ്ടാകും. ദുർഗന്ധവും മണക്കാൻ മൂക്ക് തന്നെയാണ്, സുഗന്ധവും മണക്കാൻ മൂക്ക് തന്നെയാണ്. ചീത്ത വാക്ക് പറയാനും ഒരു നാക്കാണ്, നാമം ജപിക്കാനും അതേ നാക്കാണ്. ഈ നാക്ക് മാറ്റിയിട്ട് വേറെ നാക്കെടുക്കാൻ പറ്റുമോ? ഇല്ല. അതേ നാവ്, നാമം ജപിക്കുന്ന അതേ നാവ് കൊണ്ട് അതിഭയങ്കരമായ ചീത്തയും വിളിക്കും. അതാ പാപ്മന വിവ്യഥു. ഈ അസുരന്മാർ പാപം കൊണ്ട് ഈ ഏതൊക്കെ സ്ഥലത്തിലാണോ ഉദ്ഗീത രൂപേണ പ്രാണൻ വ്യാപരിച്ചത് അതിനെയൊക്കെ തടഞ്ഞു. അതുകൊണ്ട് മനുഷ്യജീവിതത്തിൽ ഇത് രണ്ടുമുണ്ട്. എന്തുകൊണ്ട് രജസ്തമസുണ്ടായിരുന്ന ചോദ്യത്തിന് മറുപടി ഉപനിഷത്ത് ഭംഗിയായിട്ട് പറയും. ഛാന്തോക്യത്തിൽ അതെടുത്ത് നോക്കിയാൽ അറിയാം. ഓരോന്നും അടുക്കനുസരിച്ച് പറയും. അത് കുറേ ആ അധ്യായം മുഴുവൻ അതാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതിൽ ഈ വിഷയം ആദ്യം അവതരിപ്പിച്ചെന്ന് പറയാൻ വേണ്ടി ഞാൻ ഒന്ന് സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അല്ലെങ്കിൽ ഉപനിഷത്തുണ്ടെങ്കിൽ എടുത്ത് വായിച്ചു നോക്കുള്ളൂ, അപ്പോൾ നിങ്ങൾക്കത് കിട്ടും. ഇതേ വരി തന്നെ അതിൻ്റെ അകത്തുണ്ട്. അത് തന്നെയാണ് ഇപ്പോഴിവിടെ പറഞ്ഞത്. ഈ രജസ്തമസുകൾ എന്തുകൊണ്ട് നമുക്ക് രജസ്തമസുകൾ അനുഭവിക്കുന്നു? സത്വം മാത്രം പോരെ. എന്തുകൊണ്ട് മൂക്കുകൊണ്ട് ദുർഗന്ധം അനുഭവിക്കുന്നു? സുഗന്ധം മാത്രം ഞാൻ അനുഭവിച്ചാൽ പോരെ? എനിക്കതേ ഉള്ളൂ ഇഷ്ടം. പറ്റില്ല. എന്തു വരും? ദുർഗന്ധം വരും. രണ്ടും. കാരണം എന്താണ്? ഈ ആസുരശക്തിയുടെ പാപം കൊണ്ട് അന്ന് ഉദ്ഗീതത്തെ ഉപാസിക്കാൻ പുറപ്പെട്ടപ്പോൾ ഇതിനെ തടഞ്ഞപ്പോൾ ദുർഗന്ധവും കൂടെ വ്യാപിച്ചു. ഇത് അനുസ്യൂതമായും ജീവനെ ബാധിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ് ഇത് രണ്ടും. അതിനാണ് നമ്മൾ പ്രയത്നം ചെയ്യണം, ഉപാസിക്കണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതൊക്കെ ഈ ഭക്തിയും മോക്ഷവുമൊക്കെ ലഭിക്കാൻ നല്ല പ്രയത്നം വേണം. നാരായണൻ ഇത് പറയും, രാഗസ്താവജ്ജായതേഹി സ്വഭാവാത് മോക്ഷോപായോ യത്നതസ്യാത് നവാസ്യത്. രാഗസ്താവജ്ജായതേഹി സ്വഭാവാത്. ഒന്ന് ദേഷ്യപ്പെട്ടെങ്കിൽ വലിയ അതിന് വല്ല പ്രയത്നം വല്ല ആവശ്യമുണ്ടോ? ഒന്നുമില്ല. നോക്കിയിരിക്കുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യാം? ദേഷ്യമുണ്ടോ? ഞാനൊന്ന് ദേഷ്യപ്പെടാനൊന്ന് പാകപ്പെട്ട് വരട്ടെ. ഒന്നും വേണ്ട. അതുപോലെ കാമക്രോധ രാഗ ലോഭ മതങ്ങൾ പെട്ടെന്ന് ചാടി വരും. അതിന് പ്രയത്നം ആവശ്യമില്ല. രാഗസ്താവജ്ജായതേഹി സ്വഭാവാത്. അത് സ്വഭാവത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നതാണ്. പക്ഷേ മോക്ഷോപായോ, മോക്ഷത്തിനുള്ള ഉപായങ്ങൾ യത്നതസ്യാത്. യത്നിച്ചാൽ മാത്രമേ കിട്ടുകയുള്ളൂ. നവാസ്യാത്. യത്നിച്ചാലും കിട്ടിയില്ലെന്ന് വരും. യത്നതസ്യാത് നവാസ്യാത്. നന്നായിട്ട് യത്നിച്ചാൽ മോക്ഷോപായത്തിൽ ഒന്നാണ് ഭക്തി, അല്ലെങ്കിൽ ജ്ഞാനം, അല്ലെങ്കിൽ കർമ്മം. മോക്ഷോപായങ്ങളാണ്. ഇതൊക്കെ നല്ല പ്രയത്നം കൊണ്ട് മാത്രമേ കിട്ടുകയുള്ളൂ. എന്താ? ഏറ്റവും അധികം പ്രയത്നം ജ്ഞാനത്തിനാണ്, പിന്നത്തെ പ്രയത്നം കർമ്മത്തിനാണ്, ഏറ്റവും കുറച്ച് പ്രയത്നം ഭക്തിക്കാണ്. ഭക്തിക്ക് എന്ത് ചെയ്യണം? പ്രയത്നം വേണം. എന്ത് ചെയ്യണം? സമയം കണ്ടെത്തി നാമം ചൊല്ലണ്ടേ? അത്രയെങ്കിലും വേണം. നിരന്തരമായും ഭഗവത് കീർത്തനങ്ങൾ പാടി ചൊല്ലി കേട്ടുകൊണ്ടിരിക്കുക, അതൊരു പ്രയത്നം തന്നെയാണ്. അത്ര ലാഘവമല്ല. ആ പ്രയത്നം ചെയ്താൽ മാത്രമേ എന്ത് കിട്ടൂ? മോക്ഷത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇനി അത് ചെയ്താലും ഒപ്പം കിട്ടിക്കൊള്ളൊന്നുമില്ല. എന്നെങ്കിലും ഒരിക്കലും കിട്ടുക. ഇപ്പം എന്താണ്? എന്ന് ഞാൻ 50-60 വർഷമായിട്ട് മുടങ്ങാതെ ഭാഗവതം വായിക്കുന്നു, നാമം ചൊല്ലുന്നു, ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എന്തുകൊണ്ടാണ് ഈ ദുരിതങ്ങളും ആപത്തുകളും വിഷമവും വരുന്നത്? എനിക്ക് മോക്ഷം കിട്ടുന്നില്ല ഒക്കെ ചോദിക്കാം. കാരണം എന്താണ്? ഒരു ചെടി കുഴിച്ചു വെച്ചാൽ ഞാൻ പറയാറുണ്ട്, അതിൻ്റെ പൂവും കായും അപ്പം തന്നെ ഉണ്ടാവുമോ? ഇല്ല. എന്നെങ്കിലും ഒരിക്കലും ഉണ്ടാവും, ഉറപ്പാത്. കുഴിച്ചു വെച്ച് വെള്ളം ഒഴിച്ച് നോക്കി ചിലപ്പോൾ 6 മാസം 8 മാസം 6 വർഷം 10 വർഷം 12 വർഷം
ഒക്കെ കഴിയുമ്പോഴായിരിക്കും ഒരു മാവ് ചിലപ്പം പൂക്കാൻ തുടങ്ങുന്നത്. പക്ഷെ അതുവരെ എന്ത് ചെയ്യണം? അതിനു വേണ്ടിയുള്ള പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലാണ് നിരന്തരമായും ഒരു നാമം ഉച്ചരിച്ചാൽ ആ നാമത്തിൻ്റെ ഫലം വൃഥാവിലാവില്ല. നമ്മുടെ ജീവവാസനയിൽ അത് അടിഞ്ഞുകൂടുന്നുണ്ടാകും. അതിങ്ങനെ കൂട്ടി 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 വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് പൂത്ത് കായ്ക്കുന്നത് ചിലപ്പം 50, 60, 70 വർഷം കഴിയായിരിക്കും. അന്നായിരിക്കും അതിൻ്റെ ഫലം വരുന്നത്. അതുകൊണ്ട് ഇല്ലയെന്ന് പറയാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ ഒന്ന് കൈകൊട്ടിയാൽ അപ്പം എൻ്റെ ഫലം അറിയാം, അല്ലേ? കൈകൊട്ടിയാൽ ശബ്ദം അപ്പം കേൾക്കാം, നിമിഷം പോലും താമസമുണ്ടോ? ഇല്ല. ചിലത് അങ്ങനെ വരാം, പക്ഷേ ചിലത് കാലാന്തരത്തിലേ വരുള്ളൂ. അതുകൊണ്ട് മോക്ഷോപായത്തിനുള്ള യത്നം നിരന്തരമായി എന്ത് ചെയ്യണം? ചെയ്തുകൊണ്ടേയിരിക്കണം. അതിൻ്റെ ഫലം അപ്പം കിട്ടിയെന്ന് വരാം, കുറച്ച് കഴിഞ്ഞ് കിട്ടിയെന്ന് വരാം, എന്തെങ്കിലും ഒരിക്കൽ കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. ഒരു നാമം നിങ്ങൾ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അത് രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലം നഷ്ടപ്പെടില്ല, ഉറപ്പാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ നാമം ചൊല്ലിക്കോളൂ, കീർത്തനങ്ങൾ ചൊല്ലിക്കോളൂ, ഭഗവത് കീർത്തനങ്ങൾ പാടിക്കോളൂ എന്ന് നമ്മെ ഉപദേശിച്ചത്. അതുകൊണ്ടാണ് അടുത്ത ശ്ലോകത്തിൽ നാഹം മമേതി ഭാവോയം പുരുഷേ വ്യവധീയതേ യാവത് ബുദ്ധിമനോക്ഷാർത്ഥ ഗുണവ്യൂഹോ ഹ്യനാദിമാൻ. നാഹം മമ ഇതി ഭാവോ അയം പുരുഷേ വ്യവധീയതേ. അഹം മമ ഇതി ഭാവം, ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഭാവത്തെ, അത് ആരുടെ ഉള്ളിലുണ്ട്? നമ്മുടെ മനസ്സിലുണ്ട്. കാരണം നമ്മുടെ മനസ്സിലാണ് ഈ ഭാവങ്ങളെല്ലാം കടന്നുകൂടുന്നത്. എണ്ണിയാലൊടുങ്ങാത്ത ഭാവങ്ങൾ ഇവയുണ്ട്, മനസ്സിലുണ്ട്. നമുക്കൊന്ന് എണ്ണി കൊടുക്കാൻ പറ്റുമോ? ഞാൻ ഇത്രയും കാലം കൊണ്ട് എന്തൊക്കെ വിചാരിച്ചു എന്ന്? പറ്റില്ല. ഒരു ദിവസം വിചാരിച്ചാൽ പറ്റില്ലല്ലോ. പിന്നെ ആട്ടെ ഈ ജീവിതകാലം പോലും ഞാൻ എന്തൊക്കെ ചിന്തിച്ചു എന്ന് എത്ര ഡയറി എഴുതാൻ പുറപ്പെട്ടാലും എന്ത് ചെയ്യില്ല, കിട്ടില്ല. അതേപോലെ നമുക്ക് ഊഹിക്കാനാവാത്ത വിഷയങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നതാണ് ആര്? ഈ മനസ്സ്. അതുകൊണ്ട് അഹം മമ ഇതി ഭാവോ, ഈ ഭാവം എന്താണ്? ഈ പുരുഷനിൽ ന വ്യവധീയതേ, മറയുന്നില്ല. വ്യവധീയതേ മറയുക, ന വ്യവധീയതേ മറയുന്നില്ല. അഹം മമ ഇതി ഭാവോ അയം പുരുഷേ ന വ്യവധീയതേ. ഈ വ്യവധീയതകളെ കൂടെ ചേർക്കണം. അപ്പം മറയുന്നു എന്നല്ല, മറയുന്നില്ല എന്നർത്ഥം. ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഈ ഭാവം ഈ പുരുഷനിൽ ന വ്യവധീയതേ, മറയുന്നില്ല. എന്താണ്? യാവത് ബുദ്ധിമനോ അക്ഷാർത്ഥ ഗുണവ്യൂഹോ ഹി അനാദിമാൻ. ഈ വിഷയത്തിലേക്ക് വീണ്ടും വരികയാണ്. സ്ഥൂലദേഹം നശിച്ചാലും ലിംഗദേഹത്തിന് നാശമില്ല എന്നാണല്ലോ നമ്മുടെ വിഷയം പറഞ്ഞുകൊണ്ടേ വന്നേ. ആദ്യം നിന്നാണ് നമ്മൾ എന്ത് ചെയ്ത് വഴിവിട്ട് മനസ്സിലെ സ്വപ്നത്തിൽ അങ്ങനെയൊക്കെ പോയത്. അങ്ങനെയാണ്. അങ്ങനെ നശിച്ചാലും ലിംഗശരീരത്തിന് നാശമില്ല. അതാണല്ലോ കണ്ടത്. സ്ഥൂലം, സൂക്ഷ്മം, ലിംഗം അല്ലെങ്കിൽ കാരണം. അതിൽ സ്ഥൂലം നശിച്ചാലും സൂക്ഷ്മത ഇല്ലാതെ പോയാലും ലിംഗം എന്ത് ചെയ്യത്തില്ല, നശിക്കത്തില്ല. അത് അനശ്വരമാണ്. ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് വന്ന വിഷയം. അത് ഇനിയും അതിന് ഈ 3 ശരീരത്തിനും കാരണക്കാരനായ ഒരാളുണ്ട്. ആരാണ്? ഒരു പുരുഷൻ. സ്ഥൂല ശരീരത്തിനും സൂക്ഷ്മ ശരീരത്തിനും കാരണശരീരത്തിനും കാരണക്കാരനായ ഒരു പുരുഷൻ ഒരാൾ ഉണ്ട്. അത് ഉറപ്പാണല്ലോ, അല്ലേ? ഈ പുരുഷൻ ഉണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഞാനെന്ന് വിളിക്കുന്നതും എൻ്റെ എന്ന് വിളിക്കുന്നതും, അല്ലേ? ഞാനെന്നും എൻ്റെ എന്നുള്ള സംബോധന ചെയ്യണമെങ്കിൽ ആരുണ്ടാവണം? ഈ ജീവൻ എന്ന പുരുഷൻ ഉള്ളിൽ ഉണ്ടാവണം. അത് ഉള്ളിലുള്ളത് കൊണ്ടാണ് ഈ സംബോധന നിരന്തരമായും എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം എത്ര പ്രാവശ്യം ഞാനെന്ന് പറയും? എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രാവശ്യം ഞാനെന്ന് പറയും. എണീക്കുമ്പോൾ മുതൽ ഉറങ്ങുന്നിടം വരെ ഞാൻ ചേർത്തല്ലേ പറയുള്ളൂ. അല്ല ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ ഉണർന്നു, ഞാൻ പല്ല് തേച്ചു, ഞാൻ കാപ്പി കുടിച്ചു, ഞാൻ ഓഫീസിൽ പോയി, ഞാൻ കരഞ്ഞു, ഞാൻ ചിരിച്ചു. ഈ ഞാൻ ഇല്ലാണ്ട് പറഞ്ഞാലോ ഒരു കുഴപ്പമില്ല. പക്ഷേ എനിക്ക് എന്ത് ചെയ്യണം? ഞാൻ ചേർക്കണം. ഞാൻ മുമ്പിൽ നിൽക്കണം. ഞാൻ ഇന്നലെ അവിടെ പോയിരുന്നു എന്ന് പറഞ്ഞാലും ആശയം കിട്ടും. ഞാൻ പോയിരുന്നു എന്ന് പറയണമെന്ന് നിർബന്ധം ഇല്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം? ഞാൻ ഇന്നലെ അവിടെ പോയിരുന്നു, ഞാൻ പോയില്ല, ഇങ്ങനെ ഞാൻ ചേർത്തേ പറയാൻ പറ്റൂ. കാരണം ജീവനോട് കൂടിച്ചേർന്ന് നിൽക്കുന്ന അടർത്തി മാറ്റാനാവാത്ത ഒരു ഭാവമാണ് ഞാൻ. ഈ ഞാനെന്നും എൻ്റെ എന്നുള്ള ഭാവം എന്താണ്? പുരുഷനിൽ വ്യവധീയതയെ മറയുന്നില്ല.
അത് പുരുഷനിൽ ചേർന്ന് നിൽക്കുന്നതാണ്. അത് നഷ്ടപ്പെട്ടു പോവില്ല, അതിങ്ങനെ അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഞാനെപ്പോഴും എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ പറയുന്നത്. ഇനിയും എൻ്റേതോ, എൻ്റെ ഈശ്വര എന്ന് തന്നെ പറയില്ലേ അല്ലേ? എൻ്റെ ഈശ്വര, ഈശ്വരൻ ആരുടെയാണ്? എൻ്റേതാണ്. ബാക്കി ആരുടെയും അല്ല എന്നെന്തോ ഇല്ല. പക്ഷേ എൻ്റെ വ്യവഹാരത്തിൽ ഞാൻ അറിയാതെ പറഞ്ഞു പോകും, എൻ്റെ ഈശ്വര നീ ഇത് വരുത്തിയല്ലോ. എൻ്റേതാണ് ആര്? ഈശ്വരൻ പോലും എന്നറിയാമെങ്കിൽ പിന്നെ ആ വഴിക്ക് പോയാൽ പോരെ. അപ്പം ആ അറിവല്ല എൻ്റെ വീട്, എൻ്റെ പുസ്തകം, എൻ്റെ പാത്രം, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, ഈ കൂട്ടത്തിൽ ഈശ്വരനും എൻ്റേത്. അത്രയ്ക്കല്ലേ ഉള്ളൂ. ഇവരൊക്കെയാണ് എൻ്റെ പ്രധാനം. ഇനി ഇവരാരും കൂടെ ഇല്ലെങ്കിൽ ആരെ? അത് പറയും, നിങ്ങളാരും എൻ്റെ കൂടെ ഇല്ലെങ്കിൽ എനിക്ക് ആരുണ്ട്? ഈശ്വരൻ ഉണ്ടാകണല്ലേ പറയൂ. നിങ്ങളാരും കൂടെ ഇല്ലാതാകണം. അതുവരെ ആരില്ല? ഈശ്വരനില്ല. നിങ്ങളാരും എൻ്റെ കൂടെ ഇല്ലെങ്കിൽ നോക്കിയോ, എനിക്ക് ആരുണ്ട്? ഈശ്വരനുണ്ട്. അങ്ങനെയല്ല പറയാൻ തോന്നുന്നുണ്ട്. നിങ്ങളൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ആരേ ഉള്ളൂ? ഈശ്വരൻ മാത്രമേ ഉള്ളൂ. അവിടെയൊക്കെ ഞാനെന്നും എൻ്റെ എന്നുള്ള ഈ വ്യവഹാരം ജീവനിൽ നിന്നും നഷ്ടപ്പെടില്ല. ജീവനോട് ചേർന്ന് നിൽക്കുന്നതാണ് ഇത് രണ്ടും എന്ന് സ്ഥാപിക്കാൻ പുറപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഇതിന് മാറ്റമില്ലാത്തതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ടാണ് സുഖദുഃഖങ്ങളാകുന്ന സംസാരം നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാനെന്നും എൻ്റെ എന്നുള്ള വ്യവഹാരം ഞാനെന്ന ജീവനോട്, പുരുഷനോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്ന സംസാരം നിലനിൽക്കുന്നത്. സംസാരത്തിൽ രണ്ടുമുണ്ട്, സുഖമുണ്ട് ദുഃഖമുണ്ട്. എന്ന് ഓരോ ദിവസം ചെല്ലുന്നവരും ഇതിങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. അത് നിലനിൽക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഒരു ആശങ്ക നമുക്കുണ്ടാകുന്നതിനെ മറുപടിയാണ് ഇവിടെ പറയാൻ പോവുക. ലിംഗദേഹം ഉണ്ട് എന്നുള്ളത് ഇപ്പം എന്തായി? ഉറപ്പായി. സ്ഥൂലം സൂക്ഷ്മം നശിച്ചാലും ആരുണ്ട്? ലിംഗം ഉണ്ട് എന്നാണ് പറഞ്ഞു വെച്ചത്. അങ്ങനെ ലിംഗം ഉണ്ട് എന്നാണെങ്കിൽ അതിൽ അധിഷ്ഠിതമായ അനുഭവിക്കാനൊരു സ്ഥൂലദേഹം വേണ്ടേ എന്ന്. ഈ ലിംഗദേഹത്തിൽ ഞാനെന്നും എൻ്റെ എന്നുള്ള ഭാവം എന്തു ചെയ്യും? നിലനിൽക്കും. ന വ്യവധീയത്തെ, അതെന്ത് ചെയ്യത്തില്ല? മറയത്തില്ല. അങ്ങനെ അത് നിലനിൽക്കുന്നെങ്കിൽ ഈ എൻ്റെ വീട്, എൻ്റെ പുസ്തകം, എൻ്റെ എന്നൊക്കെ വ്യവഹരിക്കാൻ ഒരു സ്ഥൂല ശരീരം വേണ്ടേ? ഇല്ലാതെ എങ്ങനെയാ പറയുക? ലിംഗശരീരത്തിന് മാത്രം വ്യവഹാരം പറ്റുമോ? ഈ ആശങ്കയ്ക്ക് മറുപടിയാണ് അടുത്ത വരി. അതുകൊണ്ട് ഈ ആശങ്ക, ഈ പൂർവപക്ഷം എന്ന് പറഞ്ഞ് അവതരിപ്പിച്ചെങ്കിൽ അടുത്ത വരി മനസ്സിലാവും. അല്ലെങ്കിൽ ഈ ഗഹനമായ വിഷയങ്ങളൊക്കെ അങ്ങനെയാണ്. അതിൻ്റെ അകത്ത് കുറേ പൂർവപക്ഷങ്ങളുടെ ചോദ്യവും ആശങ്കകളും വന്നിട്ട് അതിന് സമാധാനമായിട്ടാണ് അടുത്ത വരി പറയാൻ പറ്റുള്ളൂ. ഇത് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇത്ര വിസ്തരിച്ച് പോകേണ്ടി വരുന്നത് കൊള്ള. അതുകൊണ്ട് സ്ഥൂലദേഹം വേണമല്ലോ എന്നാണെങ്കിൽ ഈ സത്വാദി ഗുണങ്ങളുടെ ഒരു കാര്യരൂപമായിട്ട് കാണപ്പെടുന്നവരാണ് ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയം. ബുദ്ധി, മനോ, അക്ഷ, അർത്ഥ, ഗുണവ്യൂഹ. ബുദ്ധി അറിയാം, മനസ്സറിയാം, അക്ഷം ഇന്ദ്രിയങ്ങളാണ്, അർത്ഥങ്ങൾ വിഷയങ്ങളാണ്, ഗുണവ്യൂഹം ഗുണങ്ങളുടെ കൂട്ടമാണ്. ഈ അഞ്ചെണ്ണങ്ങളെ ബുദ്ധി, മനോ, അക്ഷ, അർത്ഥ, ഗുണവ്യൂഹോ ഹി ആകട്ടെ യാതൊരു കാലം വരെ അനാദിമാൻ, ആദിയില്ലാത്തവനായിട്ട്, അനാദിമാൻ, ആദിമാൻ ആദിയുള്ളവൻ, അനാദിമാൻ ആദിയില്ലാത്തവനായിട്ട്. അപ്പം ഇതൊക്കെ എന്നിൽ മാത്രമല്ല, ഏതൊക്കെ ജീവൻ എവിടെ ഈ പ്രപഞ്ചത്തിൽ ആവിഷ്കരിക്കുന്നുവോ അവരിലൊക്കെ എന്തുണ്ട്? ഇത്രയുണ്ട്. എന്തൊക്കെയുണ്ട്? ബുദ്ധിയുണ്ട്, മനസ്സുണ്ട്, അക്ഷങ്ങളുണ്ട്, അർത്ഥങ്ങളുണ്ട്, ഗുണവ്യൂഹങ്ങളുണ്ട്. ഇതെല്ലാം സൂക്ഷ്മഭൂതങ്ങളെ പോലെ, ആകാശാദികളായ സൂക്ഷ്മഭൂതങ്ങളെ പോലാണ്. അവയുടെ സമൂഹം ഇത് അനാദിയാണ്. എന്നിലുണ്ടായ ബുദ്ധി, എന്നിലുണ്ടായ മനസ്സ്, എൻ്റെ ഇന്ദ്രിയം, ആ ഇന്ദ്രിയം അനുഭവിക്കുന്ന വിഷയം അതല്ലേ എനിക്കറിയൂ. എൻ്റെ പിതാവുണ്ടായിരുന്നപ്പോഴോ അദ്ദേഹം ഇതൊക്കെ അനുഭവിച്ചല്ലേ. അദ്ദേഹത്തിന് ബുദ്ധി ഉണ്ടായിരുന്നു, മനസ്സുണ്ടായിരുന്നു, ഇന്ദ്രിയം ഉണ്ടായിരുന്നു, ഗുണങ്ങളുണ്ടായിരുന്നു, ഒക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവോ
അതിൻ്റെ പിതാവോ ഇതെവിടെ ആദ്യം ഉണ്ടായത്? അനാദിമാൻ അല്ലേ? അതിന് ആദ്യം പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ജീവാത്മാവിന് എന്തില്ല? ഈ കാരണശരീരം അനുഭവിക്കാൻ ഒരു ശരീരത്തിൻ്റെ ആവശ്യം ഇല്ല എന്നത്. ഇതൊക്കെ എന്താണ്? ഈ അമൂർത്തങ്ങളായ പഞ്ചഭൂതങ്ങളിലെ ദ്രവ്യങ്ങളെ പോലെയാണ്. ആകാശം അമൂർത്തമാണ്, വായു അമൂർത്തമാണ്. പക്ഷേ അത് എന്നുണ്ടായി, അതില്ല, ഇതെൻ്റേതാണ് എന്ന് വ്യവഹരിക്കാൻ പറ്റുമോ? ഒരു മുറി കെട്ടി ഉണ്ടാക്കിയിട്ട് ഈ മുറിക്കകത്തെ സ്ഥലം എൻ്റെ സ്ഥലമാണ് എന്ന് പറയുക. 10 സെൻറ്റ് സ്ഥലം വളച്ച് വേലി കെട്ടി മതിലും കെട്ടി ബോർഡും വെച്ച് എൻ്റേതാണെന്ന് പറയുക. പിറ്റേ ദിവസം ഇതെല്ലാം പൊളിച്ചു കളഞ്ഞാലോ? ഞാൻ എന്താകും? മൊത്തമാകും, എൻ്റെ സ്ഥലമല്ല പിന്നെ. അപ്പം നമ്മൾ എന്ത് ചെയ്താണ്? ഒരു പ്രയത്നം കൊണ്ട് ഈ അമൂർത്തമായ ആകാശത്തെ മൂർത്തവൽക്കരിച്ചിട്ട് എൻ്റേതാക്കി മാറ്റി. അതുകൊണ്ട് എന്തു ചെയ്യും? എൻ്റെ മുറിക്കകത്ത് സ്ഥലമില്ല, ഇടമില്ല എന്ന് പറയുക. കാരണം എന്താണ്? ഞാൻ ഉണ്ടാക്കിയെടുത്തതിൻ്റെ അത് അത്ര സ്ഥലമുള്ളൂ. ആകാശം എന്ന് പറഞ്ഞാൽ സ്ഥലമാണ് ആകാശം. അപ്പോൾ വാസ്തവത്തിൽ ആകാശത്തിൽ ഇടയില്ലെന്ന് പറയാൻ പറ്റുമോ? ആകാശം അനന്തമല്ലേ? ഇത് എന്നുണ്ടായി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആകാശം അനുഭവിക്കുന്നത്. ഇതുപോലെയാണ് ബുദ്ധിയും ഇന്ദ്രിയവും മനസ്സുമൊക്കെ ഓരോരുത്തരോട് കോർത്ത് അനുഭവിക്കുന്നത്. പക്ഷേ ഇന്നുണ്ടായതാണെന്ന് നിശ്ചയമില്ല. അനാദിമാൻ എന്ന് വ്യക്തമാക്കിയ കൊണ്ടാണ്. അപ്പം ഇത് ലിംഗശരീരത്തിനുള്ള ചേർന്ന് നിൽപ്പില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ശാസ്ത്രമായിട്ട് യുക്തിപരമായിട്ട് തെളിയിക്കാതെ അത് നമ്മൾ പഠിപ്പിച്ച് ബോധ്യപ്പെടുക. ശാസ്ത്രം സയൻസ് പഠിക്കുന്ന പോലെയാണ്. കാര്യകാരണം പറഞ്ഞിട്ടാണ് അതെന്ത് ചെയ്യുന്നത്? ബോധ്യപ്പെടുന്നത്. ഉദാഹരണം ചൂണ്ടിക്കാണിക്കും, ഇതാ ഇതുപോലെയാണ്. അപ്പോഴേ നമുക്ക് വിഷയത്തിലോട്ട് കടക്കാൻ പറ്റുള്ളൂ. ഭാഗവത്തിലെ പല അനവധി സ്തുതികളും സ്തോത്രങ്ങളും ആശയങ്ങളും ഒക്കെ ഇതേപോലെയാണ് വ്യാസൻ അവതരിപ്പിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ ആധുനികരായ കുട്ടികൾ ശാസ്ത്രം പഠിക്കുന്ന പോലെ ഭാഗവതം പഠിക്കാനുണ്ട്. അപ്പോഴേ നമുക്ക് എൻ്റെ ആശയം ശരിക്കും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ ലിംഗദേഹം ഏത് കാലം വരെ നിലനിൽക്കുന്നുണ്ടാകുമോ അത്ര കാലം വരെയും അതിൽ എന്തൊക്കെ ഉണ്ടാകും? ബുദ്ധി, ഇന്ദ്രിയം, മനസ്സ്, ഗുണം, വ്യൂഹം, ഇതൊക്കെ എന്തു ചെയ്യും? ഇതിനകത്തുണ്ടാകും. അതുകൊണ്ട് ലിംഗദേഹത്തിന് അനുഭവിക്കാൻ ഒരു സ്ഥൂലദേഹം വേണമെന്ന് ഇല്ല. ലിംഗദേഹത്തിന് അനുഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണ്ട? സ്ഥൂലമായി കാണപ്പെടുന്ന ഒരു ദേഹം വേണം എന്നില്ല. ആകാശമുണ്ട് എന്നറിയാൻ ഒരു മുറി വളച്ചു കെട്ടി മേൽവശമൊക്കെ ഉണ്ടാക്കി അതിൻ്റെ അകത്ത് കയറി ഇരുന്ന് അനുഭവിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്താണ്? ആകാശം സർവ്വവ്യാപിയല്ലേ, ഇവിടെ നിലനിൽക്കല്ലേ. അപ്പോൾ അതിനെ അനുഭവിക്കാൻ വേണ്ടി മാത്രം നമുക്ക് ഒരു മുറി ഉണ്ടാക്കി കെട്ടിയുണ്ടാക്കി ഭിത്തിയൊക്കെ അടച്ച് ജനലും അടച്ച് വാതിലും അടച്ച് മേൽക്കൂരി ഉണ്ടാക്കി ഇനി ഇതിനകത്ത് എനിക്ക് സ്ഥലമുണ്ട് എന്ന് പറയാൻ പുറപ്പെടുന്ന പോലെയാണ്. പിറ്റേ ദിവസം ഈ ഭിത്തിയെല്ലാം ഇടിച്ച് പൊളിച്ച് കളഞ്ഞാൽ എന്തായി? ഇഷ്ടംപോലെ സ്ഥലമായിട്ട് അതിനകത്ത്. അപ്പോൾ ഇത് എന്നുണ്ടായി എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എന്തു ചെയ്യുന്നു? ഇത് അനുഭവിക്കണമെങ്കിൽ എനിക്ക് ഈ മുറി പോലെ ഒരു സ്ഥൂലദേഹം വേണമെന്ന് ഇല്ല. സ്ഥൂലദേഹം ഇല്ലാതെ അമൂർത്തങ്ങളായ വസ്തുക്കളെ ആരനുഭവിക്കും? ലിംഗശരീരം അനുഭവിക്കും. അതുകൊണ്ടാണ് നാം വ്യവധീയതേ എന്ന് പറഞ്ഞിട്ട് അടുത്ത വരിയിൽ യാവത്, യാതൊരു കാലം വരെയാണോ ബുദ്ധിമനോ അക്ഷാർത്ഥ ഗുണം വ്യൂഹോഹി അനാദിമാൻ, അതിനാദിയില്ലാത്തതാണ്, അത് നിലനിൽക്കുന്നത്. ഇതുപോലെ ലിംഗശരീരത്തിന് എന്തുണ്ട്? ഞാനെന്നും എൻ്റേതെന്നുമുള്ള രണ്ട് ഭാവങ്ങൾ ഇന്ദ്രിയങ്ങൾ ഉള്ളത് കൊണ്ടാണ്, ഇന്ദ്രിയങ്ങളുടെ സൂക്ഷ്മാംശം ഉള്ളത് കൊണ്ടാണ്, ബുദ്ധിയുടെ സൂക്ഷ്മാംശം ഉള്ളത് കൊണ്ടാണ്, മനസ്സിൻ്റെ അംശമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ രണ്ട് ഭാവങ്ങൾ ആരിലുണ്ട്? ലിംഗശരീരത്തിൽ നിലനിൽപ്പുണ്ട്. അതുകൊണ്ട് ലിംഗശരീരം ഇനി മറ്റൊന്ന് അനുഭവിക്കാൻ പര്യാപ്തമാണ്. ആ വിഷയത്തിലൂടെ കടക്കാൻ പോവാണ്. നാഹം മമേതി ഭാവോയം പുരുഷേ വ്യവധീയതേ യാവത് ബുദ്ധിമനോക്ഷാർത്ഥ ഗുണവ്യൂഹോ ഹ്യനാദിമാൻ. നാഹം മമേതി ഭാവോയം പുരുഷേ വ്യവധീയതേ യാവത് ബുദ്ധിമനോക്ഷാർത്ഥ ഗുണവ്യൂഹോ ഹ്യനാദിമാൻ. സുപ്തിർ മൂർച്ഛോപതാപേഷു പ്രാണായന വിഘാതതാം നേഹതേ അഹമിതി ജ്ഞാനം മൃത്യു പ്രജ്വരയോരവീ. സുപ്തി മൂർച്ഛ ഉപതാപേഷു. സുപ്തി ഉറക്കം, മൂർച്ഛ മോഹാരസപ്പെടുക, ബോധം കെടുക.
ഉപതാപം വിരഹം. ഒരു വസ്തുവുമായി വേർപാടുണ്ടാകുക, അതിൻ്റെ പേരാണ് വിരഹം. അതിനെയാണ് ഉപതാപം എന്ന വാക്കുകൊണ്ടുള്ള വിളിച്ചത്. അപ്പം ഈ മൂന്ന് സന്ദർഭങ്ങളിൽ, അതായത് ഉറക്കത്തിൽ, മോഹാലസ്യത്തിൽ, ഇഷ്ടജനങ്ങളുമായി വിരഹം ഉണ്ടാകുമ്പോൾ, വേർപാടുമ്പോൾ, ഈ മൂന്ന് സന്ദർഭത്തിൽ സുപ്തി മൂർച്ഛ ഉപതാപേഷു, ഈ മൂന്ന് സന്ദർഭങ്ങളിൽ പ്രാണ അയന വിഘാത, പ്രാണൻ്റെ അയനത്തിന് വിഘാതമുണ്ടാകുക. പ്രാണൻ്റെ അയനമാണ് ഇന്ദ്രിയത്തിൻ്റെ സഞ്ചാരം. പ്രാണൻ സഞ്ചരിക്കുന്നിടത്തോളമേ ഇന്ദ്രിയം പ്രവർത്തിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രാണായനത്തിന് ഇന്ദ്രിയങ്ങളുടെ അവിടെ പ്രവർത്തനം എന്നർത്ഥം പറയാം. അതിന് വിഘാതം ഉണ്ടാകുക, വിഘാതം തടസ്സം ഉണ്ടാകുക. അപ്പം ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് അവിടെ അവിടെ തടസ്സമുണ്ടാകുക. അതിന് മൂന്ന് കാരണം. ഒന്ന് ഉറക്കം, പിന്നൊന്ന് മോഹാലസ്യം, പിന്നൊന്ന് ഇഷ്ടജനങ്ങളുടെ വിയോഗം. ഇതുകൊണ്ടുണ്ടാകുന്ന കഠോരമായ ദുഃഖം. ഇത് മൂന്നും ദുഃഖത്തിന് അവിടെ കാരണമാകും. ആ ദുഃഖം ഒന്നുകിൽ ജ്വരം അല്ലെങ്കിൽ മരണം, ഈ രണ്ടവസ്ഥയിൽ. ജ്വരം എന്ന് വെച്ചാൽ അർത്ഥം രോഗം, അല്ലെങ്കിൽ മൃത്യു. അതുകൊണ്ടാണ് മൃത്യു പ്രജ്വരയോഹു അപി. ഈ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഈ മൃത്യുവിനെയും പ്രജ്വരത്തിനെയും കഥാപാത്രമാക്കി അവതരിപ്പിച്ചിട്ടുണ്ട് ഈ കഥയിൽ. അതുകൊണ്ട് തന്നെയാണ് അത് ഭംഗിയായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് രാജാവിനോട് വീണ്ടും പറയുന്നത് മൃത്യു പ്രജ്വരയോഹോ അഭി. ഇവരെ രണ്ടുപേരെയും എൻ്റെ കഥാപാത്രമാക്കിയിട്ടാണ് അവതരിപ്പിച്ചത്. അഭി ന ഈഹതേ അഹമിതി ജ്ഞാനം. അവിടെ ഇന്ദ്രിയങ്ങൾക്ക് വ്യാകുലത ഉണ്ടാകും ഈ സന്ദർഭത്തിൽ. അങ്ങനെ ഉണ്ടാകുമ്പോൾ ശരീരാദികൾ ഞാനെന്നും ധനാദികൾ എൻ്റെ ധനമെന്നുമുള്ള ഒരു ജ്ഞാനം ഈ സന്ദർഭത്തിൽ പ്രകാശിക്കില്ല. ഏത് സന്ദർഭത്തിൽ? സുഷുപ്തി. സുഷുപ്തിയിൽ എൻ്റെ ശരീരമാണെന്നൊരു ബോധമുണ്ടോ? ഇല്ല. എൻ്റെ ധനം എന്നൊരു ബോധമുണ്ടോ? ഇല്ല. ഈ ബോധമില്ലാത്ത ഒരു സമയം എപ്പോഴേ ഉള്ളൂ? ഉറങ്ങുമ്പോൾ മാത്രം. ഉറങ്ങുമ്പോൾ ഇതിന് വ്യാകുലതയില്ല. വ്യാകുലതയില്ലാതാണ് ഉറങ്ങുന്നത്. അതേപോലെയാണ് മോഹാലസ്യപ്പെട്ട് വീഴുമ്പോൾ. അല്ലേ? ഈ രണ്ട് വിചാരമുണ്ടോ? ഇല്ല, അന്നേരമില്ല. അതുപോലെ ഇഷ്ടജനങ്ങളുള്ള വിയോഗമുണ്ടാകുമ്പോൾ ദുഃഖമുണ്ടാകുക. ദുഃഖിച്ചിരിക്കുമ്പോഴും ഇതിനെക്കുറിച്ചുള്ള വിചാരം ഇല്ല. ദുഃഖം വരുന്ന സന്ദർഭത്തിലും ഇതിനെക്കുറിച്ച്, ഈ മൂന്ന് സന്ദർഭത്തിൽ എന്ത് ചെയ്യത്തില്ല? ഇതിനെക്കുറിച്ചുള്ള വ്യാകുലത. അപ്പം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ ഞാനെന്നും എൻ്റേതെന്നുള്ള ഭാവത്തെ ഇല്ലാതാക്കാൻ നമുക്ക് കഴിയും. ഏതവസ്ഥയിൽ? സുപ്തി, അതേപോലെ മൂർച്ഛ, ഉപതാപം. ഈ മൂന്ന് വിഷയത്തിലെ പ്രാണായന വിഘാതത്തിൽ നിന്നും ന ഈഹതേ അഹമിതി ജ്ഞാനം, ഞാൻ എന്നുള്ള ഈ ജ്ഞാനത്തെ അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഊഹിച്ചെടുക്കാനേ പറ്റത്തില്ല. അങ്ങനെ അന്നേരം ഇല്ല. ആ സമയത്ത് അപ്പം ഞാനെന്ന ഭാവത്തെ ഇല്ലാതാക്കാൻ പറ്റില്ലേ? എപ്പോഴ്? ഉറങ്ങുമ്പോൾ. ഈ ഉറക്കം വേണമെന്ന് നോക്കാൻ പറ്റുമോ? ഇല്ല. ഒരു ദിവസം എത്ര പ്രാവശ്യം ഉറങ്ങും? ഈ ഉറങ്ങുന്ന സമയത്തൊക്കെ ആരില്ല? ഞാനില്ല. ഞാനെന്ന ഭാവം മാറ്റി വെച്ചിട്ടാണ് ഉറങ്ങുക. അപ്പം ഇത് നിത്യജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന ഒരു സത്യമാണ്. ഞാനെന്നും എൻ്റെ എന്നുള്ള ഭാവത്തെ നമുക്ക് എന്ത് ചെയ്യാം? ഇല്ലാതാക്കിക്കൊണ്ട് ജീവിക്കാൻ പറ്റുമെന്ന് ബോധ്യപ്പെടുത്തുന്ന അതിമനോഹരമായ മൂന്ന് സന്ദർഭത്തെ എടുത്തു കാണിച്ചതാണ്. തൊട്ടു മുമ്പ് പറഞ്ഞത് ഇത് മറയ്ക്കപ്പെടാൻ പറ്റില്ല. പക്ഷേ എന്തു ചെയ്യും? ഈ ഉറങ്ങുന്ന സമയത്ത് ഇത് മറിഞ്ഞിരിക്കും. ഉണ്ട്, പക്ഷേ എന്തു ചെയ്യത്തില്ല? അനുഭവിക്കുന്നില്ല. അതുപോലെയാണ് ഏതിലുണ്ട്? ലിംഗശരീരത്തിലുണ്ട്. പക്ഷേ സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങൾ അനുഭവിക്കില്ല. അനുഭവിക്കാതിരിക്കാൻ പറ്റുമോ എന്നായിരുന്നു ചോദ്യം. ആ ചോദ്യം പറ്റും. ഈ ലിംഗശരീരത്തിന് ഇതൊക്കെ അനുഭവിക്കണമെങ്കിൽ സ്ഥൂലമായൊരു ശരീരം വേണ്ടേ ആണിപ്പോൾ പൂർവക്ഷിയുടെ ചോദ്യം ചോദിച്ചത്. അതിന് മറുപടിയാണ് അത് ആവശ്യമില്ല. നിങ്ങൾ ഉറങ്ങുന്നില്ലേ? ഉറക്കത്തിൽ ഇത് അനുഭവിക്കാൻ നിങ്ങളുടെ ഈ സ്ഥൂല ശരീരം നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല.
അതിൽ നിന്ന് പോയിട്ടല്ലേ. അപ്പോൾ എന്തു ചെയ്യണ്ട, ഞാനെന്നും എൻ്റേതെന്നുള്ള ഭാവത്തെ ഇല്ലായ്മ ചെയ്യാനും അനുഭവിക്കാനും ഒരു സ്ഥൂല ശരീരത്തിന് ആവശ്യം ഇല്ല. അത് നമ്മെ ഒന്ന് ബോധ്യപ്പെടുത്തുമായിരുന്നു. അതുകൊണ്ടാണ് നേഹത്തെ അഹമിതി ജ്ഞാനം അവിടെ എന്താ മൃത്യു പ്രജ്വരയോരപി ഇവരെ പോലെയാണ്. മരണം വരുന്ന സമയത്ത്, ദുഃഖം വരുന്ന സമയത്ത് എന്താണ് ഈ പ്രാണസ്ഥാനങ്ങളായ ഇന്ദ്രിയങ്ങൾക്ക് വ്യാകുലത ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ദുഃഖം വരുമ്പോൾ എന്താണ് ഈ ദുഃഖത്തെക്കുറിച്ച് മാത്രമാണ്, ഈ ടെൻഷൻ്റെ അന്തിമഘട്ടത്തിലേക്ക് പോകുള്ളൂ. അപ്പോഴും ഞാനെന്നും എൻ്റെ എന്നുള്ള ഭാവത്തെ എന്ത് ചെയ്യും, വിട്ടുകളയും. മരണസമയത്തോ അതുമില്ല, മരിക്കുന്നുള്ള വരെയുണ്ട്, പിന്നില്ല. അപ്പം മരിച്ചു പോയി എന്ന് പറയുമ്പോൾ ഞാൻ ഈ ശരീരം വിട്ടിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പോയിട്ടുണ്ടല്ലോ. മരിച്ചു എന്ന് പറഞ്ഞാൽ നിർത്തുമോ, അവൻ മരിച്ചു പോയി എന്നല്ലേ പറയുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് വേർപെട്ട് എന്ത് പോയിട്ടുണ്ട്, സ്ഥൂലവും ലിംഗവുമായ രണ്ട് അവസ്ഥകൾ ശരീരം വേർപെട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് മരിച്ചു പോയി എന്ന് പറയാൻ കാരണം നമ്മുടെ വ്യവഹാരത്തിൽ എന്നുള്ളതാണ് ഇതൊക്കെ, നമ്മളിത് അറിയുന്നില്ലെന്ന് മാത്രം. അത് മരിച്ചു എന്ന് പറഞ്ഞ് നിൽക്കില്ല, അദ്ദേഹം ഇന്നലെ രാത്രിയിൽ മരിച്ചുപോയി. മരിച്ചു എന്ന് പറഞ്ഞാൽ പോരെ, മരിച്ചിട്ട് പോയി. എന്ത് പോയി, സ്ഥൂല ശരീരം വിട്ടിട്ട് അദ്ദേഹം പോയി എന്നാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് പോയെ, ലിംഗശരീരം. ആ ലിംഗശരീരത്തിൽ ഈ എന്തുണ്ട്, ബുദ്ധിയുണ്ട്, മനസ്സുണ്ട്, ഇന്ദ്രിയമുണ്ട്, ഞാനെന്നും എൻ്റെ എന്നുള്ള ഭാവങ്ങളുണ്ട്. ഇത്രയും ചേർത്തുകൊണ്ടാണ് ആര് പോകുന്നത്, ലിംഗശരീരം. അതുകൊണ്ടാണ് അടുത്തൊരു ശരീരം സ്വീകരിക്കാൻ പര്യാപ്തമാകുമ്പോൾ ഇതൊക്കെ അതിലേക്ക് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. ഈ ഒരു കാരണമില്ലാതൊരു കാര്യം ഉണ്ടാവാൻ ആവില്ല. എന്തുകൊണ്ട് ഒരു ജീവനിൽ ഇതൊക്കെ പ്രവേശിച്ചു എന്നുള്ള ഒരു ചോദ്യത്തിൻ്റെ മറുപടിയാണ്. ഇതെവിടുന്ന് പ്രവേശിച്ചു, കാരണം ഇതെന്താണ്, അനാദിയാണ്. ആദിമകാലം മുതൽ ഇത് ഉള്ളതല്ല, എന്നുണ്ടായി നമുക്കറിയാൻ പറ്റത്തില്ല. ഇന്ദ്രിയങ്ങളും ബുദ്ധിയും മനസ്സും ഒക്കെ എന്നാ ഉണ്ടായെന്ന് ആരും എഴുതി വെച്ചില്ല, ഒരു ശാസ്ത്രം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇതൊക്കെ എന്നിവിടെ ഉണ്ടായി എന്ന് പറയാൻ പറ്റുമോ, ഇല്ല. ഒരു കുട്ടി ജനിക്കുമ്പോൾ ഇതൊക്കെ ഉണ്ട്, ഇതൊക്കെ കൊണ്ടാണല്ലോ വരുന്നത്. ഇതെവിടുന്ന് കൊണ്ടുവന്നു, ഇതെവിടുന്ന് കൊണ്ടാണ് ഈ കുട്ടി ഇതെല്ലാം കൊണ്ട് വരിക? അടുത്ത ശ്ലോകത്തിൽ അതിന് മറുപടിയാണ് പറയാൻ പുറപ്പെടുക. സുപ്തിർമൂർച്ഛോപതാപേഷു പ്രാണായന വിഘാതത നേഹതേഹമിതി ജ്ഞാനം മൃത്യു പ്രജ്വരയോരവീം. സുപ്തിർമൂർച്ഛോപതാപേഷു പ്രാണായന വിഘാതത. പ്രാണ അയന വിഘാതത കുടിച്ചിരുമ്പോൾ പ്രാണായന വിഘാതത നേഹതേഹമിതി ജ്ഞാനം മൃത്യു പ്രജ്വരയോരവീം. ഗർഭേ ബാല്യേപ്യപൗഷ്കല്യാത് ഏകാദശവിധം തദാം ലിംഗം ന ദൃശ്യത്തെ യൂനക്കുഹ്വാം ചന്ദ്രമസോ യഥാം. ഗർഭേ ബാല്യേപി, ഗർഭാവസ്ഥയിലും ശിശുവായിരിക്കുന്ന അവസ്ഥയിലും ഈ രണ്ട് ഭാവങ്ങളും ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയുമൊക്കെ ആ കുട്ടിയിലുണ്ട്. അവിടെ ഗർഭത്തിലെ 5-ാമത്തെ മാസം മുതൽ ഇത് ശിശുവിലേക്ക് സംക്രമിച്ചു തുടങ്ങുന്ന, അത് രാമായണത്തിലും ഭാരതത്തിലും ഭാഗവതത്തിലുമൊക്കെ ആ ഓരോ ദിവസത്തെയും അതിൻ്റെ വളർച്ചയെക്കുറിച്ച് വിസ്തരിച്ച് പറയും. ഏകദിനേന കലർന്ന് കലരമായി ഏകീഭവിച്ചാൽ അത് പിന്നെ 5 ദിനം കൊണ്ട് ബുദ്ബുദാകാരമാകും. എന്താണ്, സ്ത്രീ ബീജങ്ങൾ കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് ഒരു ഈ പായസം ഉണ്ടാക്കാൻ അടയുണ്ടാക്കാറില്ലേ, ഇതുപോലെ അടയുടെ കഷ്ണം പോലെയാകും. അതാണ് കലലം എന്ന വാക്ക് ഉപയോഗിച്ചത്. അത് രണ്ടും കൂടെ ചേർന്നിട്ട് ഇങ്ങനെ വളവളാന്നിരിക്കുന്ന ഒരു ചെറിയ അട പോലെയാകും. അത് 5 ദിവസം കൊണ്ട് കട്ടി പിടിക്കും. പിന്നൊരു 5 ദിവസം കൊണ്ട് കുമിളയാകും. കുമിള വീർത്ത് 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 മുകളിലേക്ക് വന്ന് ഒരു പന്ത് പോലാകും. ആയിക്കഴിയുമ്പോൾ അതിൻ്റെ ഓരോ ഭാഗത്തു നിന്നും എന്താണ്, അവയവങ്ങൾ പൊട്ടിമുളച്ച് വരും. പൊട്ടിമുളച്ച് കൈയായി, കാലായി, ശിരഫായി എന്നിങ്ങനെ ഓരോന്ന് വരും. അവയിൽ അവയവങ്ങൾ പതുക്കുണ്ടാകും. 7 മാസം കൊണ്ട് ഇത് പൂർണ്ണമാകും. ഏത് സ്കാനിങ് മെഷീനിൽ ഇങ്ങനെ പറയാൻ പറ്റും? ഇന്ന് സ്കാനിങ് മെഷീനുണ്ട്, പക്ഷേ ഇത്ര വിസ്തരിച്ച് പറയാൻ അതിൻ്റെ അകത്ത് അത് കഴിയില്ല.
ഇതൊക്കെ ഉണ്ടാകുന്നതിന് എത്രയോ മുമ്പ് എന്താണ് വാൽമീകിയുടെ രാമായണത്തിൽ നിശാകരൻ ഒരു താപസനാണ് സമ്പാദിക്ക് ഇത് മുഴുവൻ പറഞ്ഞു കൊടുക്കുന്നത്. ഇങ്ങനെയാണ് ആ ചേർച്ച മുതൽ ശിശുവിന് 5ാമത്തെ മാസം മുതൽ ചൈതന്യവാനാകുന്ന ഈ ഫുട്ബോൾ അല്ലെങ്കിൽ ഈ ബോള് അതിലേക്ക് ജീവൻ അകത്തേക്ക് പകർന്ന് ചൈതന്യമായി കഴിഞ്ഞാൽ പിന്നീട് എന്തു ചെയ്യും? ബുദ്ധി, മനസ്സ്, ഞാൻ, എൻ്റേത്, ഗുണങ്ങൾ ഇതെല്ലാം എന്തു ചെയ്യും? അതിലേക്ക് ഇതെവിടുന്ന് കൊണ്ടുവന്നുള്ളതാണ്. ഇതാണ് അനാദി കാണുന്നത്. അമ്മയിൽ നിന്ന് കിട്ടതാണ്, അച്ഛയിൽ നിന്ന് കിട്ടുക പറയാം. ഇതെവിടുന്ന് ഇവനിലേക്ക് സംക്രമിച്ചു? ഇതൊക്കെ മറുപടി ഋഷിക്ക് വ്യക്തമാണ്. എന്ത് വലിയ ശാസ്ത്രജ്ഞന്മാരെന്നും നമ്മുടെ ഋഷിമാർ നമുക്ക് അത്ഭുതം തോന്നുന്നപ്പോഴാണ്. ഇന്നത്തെ ഒരു ഉപകരണവും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ഇത് കണ്ടുപിടിക്കുന്നത് നോക്കണം. ഇന്നിപ്പോൾ എത്രയോ ഉപകരണങ്ങളുണ്ട് കണ്ടുപിടിക്കാൻ. എന്നിട്ട് ആ ശിശു അതിൻ്റെ അകത്ത് കിടന്ന് വിചാരിക്കുന്ന വിചാരങ്ങൾ പോലും ഋഷി എന്ത് ചെയ്തിട്ടുണ്ട്? രേഖപ്പെടുത്തിയിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. 5ാമത്തെ മാസം മുതൽ ചിന്തിക്കാൻ തുടങ്ങും. എന്താണ് 6, 7, 8 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും എനിക്ക് എങ്ങനെയെങ്കിലും ഈ ഗർഭപാത്രമാകുന്ന ഈ കൽത്തുറങ്ങിൽ നിന്ന് പുറത്ത് കിടന്നാൽ മതി. തിരിയാൻ പറ്റില്ല, അനങ്ങാൻ പറ്റില്ല, ഇങ്ങോട്ട് തിരിയാൻ സ്ഥലമില്ല, ഇങ്ങോട്ട് തിരിയാൻ സ്ഥലമില്ല. 2 മാസം കഷ്ടപ്പെടുകയാണ്. ഞാൻ എങ്ങനെയെങ്കിലും എനിക്കൊന്ന് പുറത്ത് കിടന്നാൽ മതി, ഞാൻ ആരെയും ഉപദ്രവിക്കത്തില്ല, ആരെയും ദ്രോഹിക്കത്തില്ല, ഈശ്വരനെ മാത്രമേ ഭജിക്കത്തുള്ളൂ, നാമം ചൊല്ലിക്കോളാം, അച്ഛനെയും അമ്മയും എന്തൊക്കെ പ്രതിജ്ഞ എടുക്കുന്നതാണ്. ഇതൊക്കെ ഈ പ്രതിജ്ഞയൊക്കെ എടുത്ത് അതിൻ്റെ അകത്തെടുത്ത് വളരെ കൃത്യമായിട്ട് എങ്ങനെയെങ്കിലും പുറത്ത് കിടക്കാൻ പാകത്തിന് കൃത്യം പ്രസവ സമയമാകുമ്പോൾ മുകളിലേക്ക് നിന്ന് ശിരഫ് നേരെ താഴേക്ക് വന്ന് പ്രസവിച്ച് കഴിയുമ്പോൾ തല തിരിഞ്ഞിട്ട് ഇതെല്ലാം മറന്നുപോകും. ഇതെല്ലാം വിചാരിച്ചാണ് അതിൻ്റെ അകത്ത് കിടന്നത്. പക്ഷേ പ്രസവിക്കാൻ നേരം തലതിരിഞ്ഞ് എന്തു ചെയ്യും? ശിരഫ് താഴേക്ക് വരും. തലതിരിഞ്ഞ് പോയി എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഇതെല്ലാം മറന്നുപോയി. പിന്നെ വന്നു കഴിഞ്ഞാൽ ഈ വക വിചാരങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഞാനെന്നും എൻ്റേതെന്നും ബുദ്ധിയും മനസ്സും ഇന്ദ്രിയവും അപ്പോൾ മുതൽ ആരിലുണ്ട്? ശിശുവിലുണ്ട്. ഗർഭേ ബാല്യേപി, കുട്ടിയായിരിക്കുമ്പോഴും ഉണ്ട് അല്ലേ? കൊച്ചു കുട്ടികൾക്ക് ഞാനെന്നും എൻ്റെയെന്നുള്ളൊരു ഭാവം എപ്പോഴുമുണ്ട്. ബുദ്ധിയുണ്ട്, മനസ്സുണ്ട്, ഇന്ദ്രിയങ്ങളുണ്ട്. പക്ഷേ ഇതൊന്നും പ്രവർത്തിപ്പിക്കാൻ പറ്റില്ല. എന്താ കാരണം? അപൗഷ്കല്യാത്, അത് പുഷ്കലത പ്രാപിച്ചിട്ടില്ല. പുഷ്കലത പ്രാപിക്കുക പൂർണ്ണമാവുക. അതുകൊണ്ടാണ് ഗർഭേ ബാല്യേ അപി അപൗഷ്കല്യാത്, പുഷ്കലത പ്രാപിക്കാത്തത് കൊണ്ട്, പൂർണ്ണത പ്രാപിക്കാത്തത് കൊണ്ട് ഒരു 3, 1.5 വയസ്സ് 2 വയസ്സ് വരെ കിടക്കുന്നിടത്ത് കിടന്ന് എന്തൊക്കെ മനസ്സിലുണ്ടാകും വല്ലതും നമ്മളോട് പറയാൻ പറ്റുമോ? പറ്റില്ലല്ലോ. ആകെപ്പാടെ ആ കുഞ്ഞിന് പറ്റുന്ന കരയുമെന്ന് നമ്മൾ വിചാരിക്കും വിശന്നിട്ട് അനിച്ച് പാൽ കൊണ്ട് കൊടുക്കും. പാലിനല്ല, എനിക്ക് വയറ്റുവേദനയാണെന്ന് പറയാൻ പറ്റുമോ? എനിക്ക് പാലല്ല വേണ്ട, എനിക്ക് വയറ്റുവേദന എടുക്കുന്ന മരുന്ന് തരാൻ ആണ് അത് ഉദ്ദേശിക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അത് പറയാൻ പറ്റത്തില്ല. ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഈ ആശയങ്ങളെല്ലാം ഉണ്ട്. ഇത് 5 എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പുറത്ത് എന്താ പ്രകടിപ്പിക്കാൻ പറ്റാത്ത? അപൗഷ്കല്യാ, എന്തായിട്ടില്ല? പൂർണ്ണതയായിട്ടില്ല. അത് പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ പതുക്കെ എന്തു ചെയ്യും? താഴെ നിന്നും എഴുന്നേറ്റ് മുട്ടിലെഴിഞ്ഞ് നടന്ന് നമ്മുടെ ഓരോ ചേഷ്ടകളും ഭാവങ്ങളും കണ്ടിട്ട് അപ്പം പ്രതികരിക്കാൻ തുടങ്ങും, അപ്പം പറയാൻ തുടങ്ങും. ഒന്ന് പറഞ്ഞു കിട്ടാൻ വേണ്ടി എന്ത് കൗതുകത്തോടാണ് അച്ഛനമ്മമാർ എന്ത് ചെയ്യുന്നത്? ഈ കുട്ടിയെ വളർത്തിക്കൊണ്ടിരുന്നത്. ഇതാ ഒരക്ഷരം പറയുമ്പോൾ, ഒരു വാക്ക് പറയുമ്പോൾ എന്ത് കൗതുകമാണ്, എത്ര സന്തോഷത്തോടെയാണ്. പക്ഷേ 8-9 വയസ്സായി കഴിഞ്ഞാൽ അവൻ്റെ വായിൽ നിന്ന് ഒരു വാക്കും കേൾക്കാൻ ഒരു അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമല്ല. നോക്കിയോളൂ, ഇത്ര കാലം 3 വയസ്സ് വരെ ഒരു വാക്ക് കേൾക്കാൻ വേണ്ടി അടുക്കൽ പോയിരുന്ന് കാത്തിരുന്ന് പറയിച്ച് കേട്ടുകൊണ്ടിരുന്ന ഇതേ അമ്മയും അച്ഛനും ഇവൻ വാ തുറക്കുന്ന പേടിയാണ്. കാരണം എന്തോ ചീത്ത വിളിക്കുന്ന അറിയില്ല. നോക്കൂ എന്ത് മാറ്റമുണ്ടായത്. അപൗഷ്കല്യാത്, ഇത് പൂർണ്ണത പ്രാപിക്കാതെ അകത്തിരുന്നപ്പോൾ ഒരു കുഴപ്പമില്ല. ഇത് പൂർണ്ണമായി എപ്പോഴാണോ പുറത്ത് വന്നത് പിന്നെ ഇവൻ്റെ വാക്ക് കേൾക്കാനേ ആർക്കും ഇഷ്ടമില്ല, അച്ഛനും അമ്മയ്ക്കും. ഈ അച്ഛനും അമ്മയുമാണ് കുറച്ചാൾ മുമ്പ് ഇത് കേൾക്കാൻ വേണ്ടി അടുക്ക പോയി കാത്തിരുന്ന് അവനെക്കൊണ്ട് പറയിപ്പിക്കാൻ തുടങ്ങിയത്. പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതെനിക്ക് കേൾക്കുകയുണ്ടായി. എന്ത് മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത്ര ഭംഗിയായിട്ട് സൈക്കോളജിസ്റ്റിനേക്കാൾ മനോഹരമായി ഋഷി ആവിഷ്കരിച്ച് നമ്മുടെ മുമ്പിൽ കൊണ്ട് തരുന്നുണ്ട്. എന്നിട്ടും നമ്മളറിയില്ല. ഭാഗവതം പഠിച്ചാൽ മാത്രം മതി, വേറൊന്നും വേണ്ട.
സകല ശാസ്ത്രവും ഇതിൻ്റെ അകത്തുണ്ട്. ആധുനികമെന്ന് വിളിക്കുന്ന സകല ശാസ്ത്രങ്ങളും വ്യാസൻ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചു വെച്ചിട്ടുണ്ട്. ഏത് സൈക്കോളജിസ്റ്റും കണ്ടുപിടിക്കാത്ത വിഷയങ്ങൾ അതിമനോഹരമായി ആവിഷ്കരിച്ച് തരുമ്പോൾ ഭാഗവതം പഠിച്ചാൽ മാത്രം മതി. അതിൽ നിന്ന് എല്ലാം കിട്ടും. ഒരു മനുഷ്യ ജീവിതത്തിന് എന്തൊക്കെ ആവശ്യമുണ്ടോ അതുകൊണ്ട് അതിൽ നിന്ന് കിട്ടും. ഗർഭേ ബാല്യേപി അപൗഷ്കല്യാത് ഏകാദശവിധം തഥാ. 11 വിധത്തിലുള്ള ഈ അടയാളമാകുന്ന ലിംഗശരീരം അവൻ്റെ ഉള്ളിൽ ഗർഭാവസ്ഥ മുതലേ ഉണ്ട്. എന്താണ് ഏകാദശം എന്ന് പറയുന്നത്? ഇന്ദ്രിയങ്ങൾ 5, ആ പഞ്ചഭൂതങ്ങൾ 5, പിന്നെ എന്താണ് ഞാനെന്നും എൻ്റെ എന്നുള്ള ഭാവം 12. ഇത് എന്താണ് ഇവൻ്റെ ഉള്ളിൽ അന്നു മുതലേ ഉണ്ട്. ലിംഗം ന ദൃശ്യത്തെ യൂന കുഹ്വം ചന്ദ്രമഫോ യഥ. ഇന്ദ്രിയങ്ങളെയും മനസ്സിൻ്റെയും ലക്ഷണം എന്ത് ചെയ്യത്തില്ല? സ്പഷ്ടമായി കാണാൻ പറ്റില്ല. എപ്പോൾ? ബാല്യാവസ്ഥയിലും ഗർഭാവസ്ഥയിലും. എന്താണ്? എന്തുകൊണ്ടാണത്? അധ്യാസമില്ലാത്ത കൊണ്ടല്ല, കാണപ്പെടാത്ത ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടതുപോലെ പൗഷ്കല്യത, അഭിവൃദ്ധി ഉണ്ടാവാത്തത് കൊണ്ട് മാത്രമാണ് ഇത് അസ്പഷ്ടമായിരിക്കുന്നത്. ഉണ്ടെന്നിരിക്കലും പ്രകാശിക്കത്തില്ല. ഇവകളൊക്കെ ഉണ്ട്, ഇന്ദ്രിയങ്ങളുണ്ട്, ബുദ്ധിയുണ്ട്, മനസ്സുണ്ട്, പക്ഷേ എന്ത് ചെയ്യത്തില്ല? ഉണ്ട്, പക്ഷേ എന്ത് ചെയ്യുന്നില്ല? അത് പ്രകാശിക്കുന്നില്ല. അതുകൊണ്ട് അത് സ്പഷ്ടമാക്കാൻ വേണ്ടിയാണ് അമാവാസയിൽ ചന്ദ്രനുണ്ടെങ്കിലും കലകൾ ആവരണം ചെയ്തിരിക്കുന്നതുകൊണ്ട് പുറമേ കാണാത്ത പോലെ. ചന്ദ്രമഫോ കുഹ്വാം യഥാ. ഈ ചന്ദ്രൻ കുഹ്വാം എന്ന് വെച്ചാൽ അമാവാസി. കുഹു എന്ന വാക്കിൻ്റെ അർത്ഥം അമാവാസി എന്നാണ്. കുഹ്വാം അതിൻ്റെ സപ്തമിയാണ്. അപ്പോൾ അമാവാസിയിൽ ചന്ദ്രനെ കാണാറില്ല. അന്ന് ചന്ദ്രനില്ലെന്ന് പറയാൻ പറ്റുമോ? ചന്ദ്രനുണ്ട്, എന്ത് ചെയ്യുന്നില്ല? മറിഞ്ഞിരിക്കുന്നുണ്ട്. സൂര്യനിൽ മറിഞ്ഞിരിക്കുന്നുണ്ട്, എന്ത് ചെയ്യത്തില്ല? കാണാം. അമാവാസി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അതാണ്. അമ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? കൂടെ. അമ. വാഫി എന്ന് വെച്ചാൽ അർത്ഥം വസിക്കുക. അമാവാഫി അന്ന് സൂര്യൻ്റെ കൂടെയാണ് വസിക്കുന്നത്. അതുകൊണ്ട് ആരെ കാണത്തില്ല? ചന്ദ്രനെ കാണാത്തത്. ചന്ദ്രനുണ്ട്. ആ അമാവാസി ദിവസം ചന്ദ്രൻ്റെ രശ്മികൾ ഈ ഭൂലോകത്തിലേക്കല്ല പതിയുക, പിതൃലോകത്തിലേക്കാണ് പോവുക. ഈ ചന്ദ്രൻ്റെ പ്രകാശരശ്മി ഭൂമിയിലേക്കല്ല വരിക, പിന്നെ എങ്ങോട്ട് പോകും? പിതൃലോകത്തിലേക്ക് പോകും. അന്നാണ് പിതൃക്കൾക്ക് വെളിച്ചം കാണുന്ന 8 ദിവസമേ ഉള്ളൂ അമാവാസിയിൽ. അതുകൊണ്ട് അന്ന് ബലിയിട്ടുള്ള മൃതമുണ്ട്. വെളിച്ചം കണ്ട് അവർക്ക് എന്ത് ചെയ്യാം? ഭക്ഷണം കഴിക്കാമല്ലോ, അവർക്ക് വെള്ളം കുടിക്കാം. എന്ത് കണ്ട്? വെളിച്ചം കണ്ട്. മറ്റേയൊക്കെ ഇരുട്ടത്താ. അതുകൊണ്ടാണ് അമാവാസിയിൽ ബലിയിടണം, അമാവാസിയിൽ ശ്രാദ്ധം ചെയ്യണം, ഉദകർമ്മം ചെയ്യണം, പിതൃതർപ്പണം ചെയ്യണം എന്നൊക്കെ നമ്മെ പഠിപ്പിച്ചത് അമാവാസി എന്ന് വാക്ക് ഉപയോഗിച്ചിട്ട്. നമുക്ക് വാക്കിൻ്റെ അർത്ഥം അറിയാൻ മേലത്ത് നമ്മൾ വിചാരിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. അന്നൊരു ദിവസം ചന്ദ്രൻ ഇല്ലാതില്ല. ചന്ദ്രനുണ്ട്, പക്ഷേ ചന്ദ്രൻ രശ്മി നമുക്ക് കാണുന്നില്ല. ഇതിൻ്റെ ഉദാഹരണം പറഞ്ഞാണ്. ഇവനിലുണ്ട്, പക്ഷേ എന്ത് ചെയ്യത്തില്ല? അത് പുറത്ത് കാണുന്നില്ല. ഈ കുട്ടികളിൽ ഇന്ദ്രിയമുണ്ട്, മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്. അതെന്ത് ചെയ്യുന്നില്ല? അത് പുറത്തേക്ക് വരുന്നില്ല. ന ദൃശ്യത്തെ ലിംഗം ന ദൃശ്യത്തെ യൂന കുഹ്വാം ചന്ദ്രമഫോ യഥാ. യുവാവിന് അമാവാസിയിൽ എപ്രകാരമാണോ ചന്ദ്രനെ കാണാതിരിക്കുന്നത്, അതേപോലെ ഇവൻ്റെ ഈ ലിംഗശരീരത്തെ എന്ത് ചെയ്യത്തില്ല? നമുക്ക് പുറത്ത് കാണാനേ പറ്റില്ല. ഇന്ദ്രിയങ്ങൾ പുഷ്കലത പ്രാപിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നന്നായിട്ട് അറിയാൻ പറ്റും. പുഷ്കലത പ്രാപിച്ചാൽ പിന്നെ വിഷമമാണ്. അതുവരെ ഒരു കുഴപ്പമില്ല. ഇങ്ങനെ ഇരുന്നാൽ ഒരു കുഴപ്പമില്ല. പക്ഷേ എന്തു ചെയ്യും? അത് പുഷ്കലത പ്രാപിക്കും, സ്വാഭാവികമാണ്. ഇതുപോലെയാണ് ലിംഗശരീരത്തിൽ ആരിയിരിക്കുന്നത്? ഇന്ദ്രിയവും മനസ്സും ബുദ്ധിയും ഇരിക്കുന്നത് അപൗഷ്കല്യ. ആദ്യമില്ലായിരുന്നു, അവസാനമില്ല. ഗർഭത്തിലില്ല, ശിശുവായിരുന്നപ്പോൾ ഇല്ല, അവസാനമില്ല, മരിച്ചു കഴിയുമ്പോഴും ഇല്ല. ആദ്യമുണ്ട് ലിംഗശരീരം, അവസാനമുണ്ട് ലിംഗശരീരം. ആദ്യവും അതിൻ്റെ അകത്ത് ഇന്ദ്രിയങ്ങളും എല്ലാം ഉണ്ട്, അവസാനമുണ്ട്. പക്ഷേ ആദ്യവും കാണത്തില്ല, അവസാനം കാണത്തില്ല. ഇടയ്ക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? കാണാൻ പറ്റത്തുള്ളൂ. ഈ നടുക്കുള്ളത് മാത്രമേ നമുക്ക് എന്ത് ചെയ്ത് പറ്റൂ? അനുഭവിച്ച് അറിയാൻ പറ്റുള്ളൂ. സൂര്യൻ ഉദിച്ചുയർന്ന് അസ്തമിക്കുന്നത് പോലെ. ഉദിക്കുന്നവരെ ആരെ കാണാൻ പറ്റത്തില്ല? സൂര്യനെ. ഇല്ലേ? സൂര്യൻ ഉണ്ട്, പക്ഷേ എന്ത് ചെയ്യുന്നില്ല? കാണുന്നില്ല.
ഹാവു ഉദിച്ചു വരുമ്പോൾ എന്ത് സന്തോഷമാണ്. ഒരു ഉച്ചയാകുമ്പോൾ അമ്പോ ഈ സൂര്യനെ ഞങ്ങൾക്ക് വേണ്ടായിരുന്നിരുന്നു. കാരണം എന്താണ്, ചൂട് കൊണ്ട് സഹിക്കാൻ മേലതായിരിക്കുന്നു. അവസാനം വൈകുന്നേരം അസ്തമിക്കാറാകുമ്പോൾ ഹാവു സമാധാനമായി. ബാല്യത്തിലും വൃദ്ധാവസ്ഥയിലും ഇന്ദ്രിയങ്ങൾ അപൗഷ്കല്യങ്ങളാണ്. കൊച്ചു കുട്ടികളെ പോലാണ് ആര്? വൃദ്ധന്മാർ അല്ലേ? വൃദ്ധന്മാരും കൊച്ചു കുട്ടികളെ പോലെയാണ്. കാരണം എന്താണ്? ഇന്ദ്രിയങ്ങൾ അപൗഷ്കല്യങ്ങളാണ്. കുട്ടിയിൽ പുഷ്കലത പ്രാപിക്കാത്തതുകൊണ്ടാണ്, വൃദ്ധനിൽ ഹീനരസമാകുന്നുണ്ടാണ്. ഇന്ദ്രിയങ്ങളുടെ രസങ്ങൾ എന്താകും? ഹീനമാകും, കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞു വരും. സൂര്യൻ്റെ പ്രകാശരശ്മികൾ വൈകിട്ട് കുറഞ്ഞു വരുന്നത് പോലെ വൃദ്ധനാകുമ്പോൾ ഇന്ദ്രിയങ്ങളുടെ വ്യാപാര ശക്തികൾ കുറയും. കണ്ണിന് കാഴ്ച കുറയും, ചെവിക്ക് കേൾവി കുറയും, മണക്കാനുള്ള ശക്തി കുറയും, നാവിന് രുചിയും കുറയും. ഇത് നമ്മളെന്ത് ചെയ്യണം? തിരിച്ചറിയണം. അല്ലെങ്കിൽ പരാതി പറയും, എന്താണ് ഉപ്പില്ല, എരിവില്ല, മുളകില്ല, എനിക്കിതാണോ ഉണ്ടാക്കി തരുന്നത്. ഇവരെന്നും ഉണ്ടാക്കുന്ന ഒരേ ഉപ്പ് വരിയിട്ടാണ്. പക്ഷേ എന്ത് ചെയ്യുന്നു? എൻ്റെ നാവിന് രുചി കുറഞ്ഞുകൊണ്ട് എനിക്കറിയാൻ പറ്റില്ല എന്ന് സമാധാനിച്ചാൽ മതി. നമുക്കത് പറ്റില്ല. ഇത് ഹീനരസങ്ങളാകുന്നു ഇന്ദ്രിയങ്ങളെന്ന് തിരിച്ചറിവ് ആർക്കുണ്ടാകണം? ഇപ്പം കണ്ണിനെ നമുക്ക് എന്ത് ചെയ്യാം? കണ്ണാടി വെച്ച് ശരിപ്പെടുത്താം. ചെവിക്ക് എന്ത് ചെയ്യാം? ഉപകരണം വെച്ച് ശരിപ്പെടുത്താം. നാവിൻ്റെ കുറഞ്ഞാലോ ഒന്നും ചെയ്യാൻ പറ്റില്ല. നാവിൻ്റെ രുചി കുറയും. 60-70 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ പണ്ടത്തെ സ്വാദിപ്പം കിട്ടില്ല. ഉറപ്പാത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിന് നമ്മൾ ആരെയും കുറ്റം പറഞ്ഞും പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുണ്ടാക്കിയിട്ടാണ്, നിങ്ങൾ ചെയ്തിട്ടാണ്. നമുക്കിത് അവരോട് പരാതി പറഞ്ഞാൽ സമാധാനം വരുള്ളൂ. ആരുടെയോ കുഴപ്പം? എൻ്റെ നാവിൻ്റെ കുഴപ്പമാണ്, ഇതിങ്ങനെയാണ്, ഇത് മതി, പോട്ടെ, ഞാൻ പണ്ടിൻ്റെ അതൊക്കെ ധാരാളം അനുഭവിച്ചറിഞ്ഞാണ്, ഇനി ഇതൊക്കെ മതി, ഇത്രയൊക്കെ മതി എന്ന് വിചാരിക്കാനുള്ള മനസ്സ് ഈ കുട്ടിയിലുണ്ടായതുപോലെ ആരിലുണ്ടാകണം? വൃദ്ധലിനുണ്ടാകണം. അതുകൊണ്ട് ഈ ബാല്യത്തിലും ഈ അന്തിമഘട്ടത്തിലും ഇന്ദ്രിയങ്ങൾ അപൗഷ്കല്യങ്ങളാണ്. അതൊന്ന് പുഷ്കല പ്രാപിക്കാത്തത് കൊണ്ട്, മറ്റൊന്ന് പുഷ്കലത പൂർണ്ണമായതുകൊണ്ട് ഹീനരസമായിട്ട് ഇന്ദ്രിയങ്ങൾ മാറുന്നു എന്നുള്ളത്. ഈ ഒരു തിരിച്ചറിവ് ആർക്കുണ്ടാകണം? ജീവിതത്തിൻ്റെ ഏതാണ്ട് അന്തിമഘട്ടങ്ങളിലേക്ക് അടുക്കുമ്പോൾ തിരിച്ചറിവോടുകൂടി ജീവിക്കാൻ സാധിച്ചാൽ എന്ത് സമാധാനമാണ്. കേൾക്കണ്ട, അവരെന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, എനിക്കെന്ത് ചെയ്യണ്ട, എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല, ഞാൻ കേൾക്കുന്നില്ല, അത്രയല്ലേ ഉള്ളൂ. എല്ലാം കേട്ടോണമെന്നൊന്നുമില്ല. അവർ പറയട്ടെ. ഇതല്ല, അവർ ചെറുക്കെ പറഞ്ഞാൽ എനിക്ക് കേട്ടാൽ പറ്റൂ, ഇല്ലെങ്കിൽ പിന്നെ ഭയങ്കര ബഹളമാണ് ആ വീട്ടിൽ അന്ന് മുഴുവൻ. എന്തിനായിട്ട് വന്നാൽ ചോദിച്ചാൽ അവർ പറഞ്ഞോട്ടെ. ഞാൻ ആകുന്ന കാലത്ത് ചെവിക്ക് നേരെ കേൾവി ഉണ്ട്, അപ്പം ഞാൻ ശരിക്ക് കേട്ടു. ഇനി എനിക്കിതിൻ്റെ കേൾവി കുറഞ്ഞു വരികയാണ്, എനിക്ക് കേൾക്കാൻ പറ്റില്ല, വേണ്ട. നാവിൻ്റെ രസം അങ്ങനെയാണ്, കണ്ണിനും അങ്ങനെയാണ്, അത് കുറഞ്ഞു വരട്ടെ. ഈ ഒരു തിരിച്ചറിവ് ആർക്കുണ്ടാകണം? നമുക്കുണ്ടാകണമെന്ന് നോക്കുള്ളൂ. ഓരോ കാലഘട്ടത്തിലെയും ഋഷി നമുക്ക് ഉപദേശിച്ചു തരികയാണ്. അതായത് പറഞ്ഞത്, നമ്മുടെ കൂടെ നിന്ന് നമ്മളെ പരിചരിച്ച് ഉപദേശിച്ചു തരാൻ ആർക്ക്? വ്യാസന് ഭാഗവതത്തിൽ കൂടി കഴിയുന്നുള്ളത്. അതുകൊണ്ടാണ് ഭാഗവതം മാത്രം പഠിച്ചാൽ മതി. എങ്ങനെ ഒരാൾ ജീവിക്കണം എന്നുള്ള ജീവിതശാസ്ത്രം മുഴുവൻ അതിൻ്റെ അകത്തുണ്ടാകും. അപ്പം ഗർഭേ ബാല്യേപി അപൗഷ്കല്യാത് ഏകാദശവിധം തഥാ ലിംഗം ന ദൃശ്യതേ യൂനക്കുഹ്വം ചന്ദ്രമസോ യഥാം. അതുപോലെയാണ് എന്നുള്ളത് കൊണ്ട് ലിംഗശരീരത്തിൽ ആരുണ്ട്? ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ഉണ്ട്. എത്ര ഉദാഹരണം കാണിച്ചിട്ടാണ് നമ്മളിത് വിശ്വസിക്കില്ല എന്നറിയാം. അതുകൊണ്ടാണ് വ്യാസൻ വീണ്ടും വീണ്ടും നമുക്കൊരിക്കലും നശിക്കാത്ത ഉദാഹരണമാണ്. ഈ രാഹുവും ചന്ദ്രനൊന്നും ഒരിക്കലും നശിക്കില്ല. അല്ല, ഇപ്പോൾ ഉള്ള ചുറ്റുമുള്ള വേറൊരു ഉദാഹരണം ചൂണ്ടിക്കാണിച്ചാലോ 50-100 വർഷങ്ങൾ അങ്ങ് പോകും, പിന്നുള്ളവർക്ക് മനസ്സിലാവില്ല. ഇത് കൽപ്പാന്തകാലം വരെ നിലനിൽക്കുന്ന ഉദാഹരണം ചൂണ്ടിക്കാണിച്ചാൽ 50 ലക്ഷം വർഷം കഴിഞ്ഞ് വരുന്ന ഒരാൾക്കും ഭാഗവതം വായിക്കുക ഇത് മനസ്സിലാവും. കാരണം എന്താണ്? ഈ ഉദാഹരണം അന്നുമുണ്ട്, ഇന്നുമുണ്ട്, എന്നുമുണ്ട്. എത്ര ബുദ്ധിപൂർവ്വമാണ് നോക്കുള്ളൂ വ്യാസൻ ഒരു ഉദാഹരണം തിരഞ്ഞെടുത്ത് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നത്. അപ്പം അന്നന്ന് നശിക്കുന്ന ഉദാഹരണം എടുക്കാൻ പറ്റില്ല. അനശ്വരമായ ഉദാഹരണം ചൂണ്ടിക്കാണിച്ചാലേ ഇതിനെക്കാലവും നിലനിൽപ്പുണ്ടാകുള്ളൂ ഭാഗവതത്തിന്. ഇത്രയൊക്കെ ഉണ്ട തുരുക്കി വെച്ചിട്ട് നമ്മളിത് എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല. നമ്മൾ ഈ ഭാഗം ചുമ്മാ വായിച്ചു വിടത്തേ ഉള്ളൂ. നമ്മൾ അദ്ദേഹത്തിന് കഥ മാത്രമേ പറഞ്ഞു പോകും, ഇത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ എങ്ങും ഒരിക്കലും ഒരു സപ്താഹവിധി പോലും ഒരു ശ്ലോകം പോലും പറയാൻ പറ്റത്തില്ല. ആരും പറയുകയില്ല. ഒന്നാമത് സമയമില്ല, പറഞ്ഞാൽ ഒട്ടും മനസ്സിലാകുകയില്ല.
വാസ്തവത്തിൽ ഇതാണ് സപ്താഹത്തിൽ വരുന്നവർക്ക് തിരിച്ചറിവ് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് പ്രായമായി വരികയാണ്, ഇത് നിങ്ങൾക്ക് സഹിക്കാനും ക്ഷമിക്കാനുള്ള ശക്തിയാണ് ഭാഗവതം തരുന്നത്. ഇതാണ് പ്രസാദം, ഇതാണ് അവിടെ നിന്ന് നിങ്ങൾക്ക് കൊണ്ടുപോകേണ്ടത്. ഇപ്പോൾ ഒരു സപ്താഹം സഫലമാകുന്ന അവിടെയാണ്. പക്ഷേ ഇന്നത്തെ സപ്താഹത്തിൽ ഇതൊന്നും കടന്നു വരില്ല എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ പഠിക്കാൻ ഒരു ഭാഗ്യമുണ്ടായത്. സാർ വിചാരിച്ചിട്ട് വ്യാസപ്രസാദത്തിൽ കൂടി വ്യാസനെ ശരിക്ക് നമുക്ക് അതാണ് വേണ്ടത്. അപ്പോഴേ ശരിക്കും നമുക്കറിയുള്ളൂ. ഇതാണ് വേണ്ടത്, കഥയല്ല. ഈ കഥയിലെ കാര്യം ശരിക്കും മനസ്സിലാക്കി പോകണം എന്നുള്ളതാണ്.